ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് എന്നുള്ള ചാപ്റ്റർ ആണ്. ഓക്കെ, ഇൻകം ടാക്സിലെ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് എന്നുള്ള ചാപ്റ്റർ. സോ ചാപ്റ്റർ നെയിം ഈസ് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. ഈ ചാപ്റ്ററിന്റെ ഹെഡിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് വേർഡ് എന്താണ്? ലോസസ് ആണ്. അതായത് നമ്മുടെ കയ്യിൽ ഇക്കൊല്ലമോ അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലത്തെയോ ലോസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ചാപ്റ്റർ അപ്ലിക്കബിൾ ആവുള്ളൂ. ഓക്കെ, നമുക്ക് ഈ ഇക്കൊല്ലം ലോസ് ഉണ്ട്, ഇല്ല കഴിഞ്ഞ കൊല്ലം നമ്മൾ ഉണ്ടായിരുന്ന ലോസ് ഇങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് എങ്കിൽ മാത്രമാണ് ഈ പെർട്ടിക്കുലർ ചാപ്റ്റർ നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആവുള്ളൂ. ഓക്കെ, ലോസ് ഇല്ലെങ്കിൽ ഈ ചാപ്റ്റർ വേണ്ട. സോ ഇതിലെ മെയിൻ പോയിന്റ് എന്താണ്? ഇതിലെ ഏറ്റവും മെയിൻ പോയിന്റ് എന്താണ്? ലോസ് 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 ലോസ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം തരാം. സെറ്റ് ഓഫിന് ഒരു ഉദാഹരണം തരാം. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ബിസിനസ് നടത്തുന്ന ആളാണ്. ബിസിനസ് നടത്തുന്ന ഒരാളായതുകൊണ്ട് തന്നെ PGBP ഇൻകം എന്തായാലും ഉണ്ടായിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ എനിക്ക് ഫേർണിച്ചർ ബിസിനസ് ഉണ്ട്. ഫേർണിച്ചർ ബിസിനസ്സിന് സപ്പോസിംഗ് എനിക്കൊരു 5 lakh എനിക്ക് എന്തുണ്ട്? പ്രോഫിറ്റ് ഉണ്ട് 5 lakh. ദെൻ എനിക്കൊരു കമ്പ്യൂട്ടർ ബിസിനസ് ഉണ്ട്. കമ്പ്യൂട്ടർ ബിസിനസ്സിൽ എനിക്ക് 2 lakh ലോസ് ആണ്. അപ്പോ ലോസ്. ഈ ചാപ്റ്ററിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് വേർഡ് ലോസ് ലോസ് ലോസ്. ഓക്കെ, നൗ നമ്മള് പ്രോഫിറ്റ് ഉണ്ടാവുമ്പോൾ ഗവൺമെന്റിലേക്ക് ടാക്സ് അടയ്ക്കുന്നു. അപ്പൊ ലോജിക്കലി ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ലോസ് ഉണ്ടായി കഴിഞ്ഞാൽ ഗവൺമെന്റ് നമുക്ക് ടാക്സ് തരണ്ടേ? ഓഫ് കോഴ്സ് അതെന്തായാലും തരില്ല ഗവൺമെന്റ്. ഓക്കെ, അത് നമുക്കറിയാം. അപ്പൊ നമുക്ക് ഇവിടെ എന്താ ചെയ്യാൻ പറ്റുക? ഒരു കാര്യം ചെയ്യാം. ഗവൺമെന്റ് നിങ്ങളോട് പറയുന്നു, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്കുണ്ടായ ലോസ് വേറൊരു പ്രോഫിറ്റ് ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. നൗ തിങ്ക് അബൌട്ട് ദിസ്. ഈ ലോസ് ഇതിലേക്ക് സെറ്റ് ഓഫ് ചെയ്യുന്നു. അതായത് എന്റെ PGBP ഇൻകം എത്രയായിട്ട് കുറയുന്നു? 3 ലക്ഷമായിട്ട് കുറയുന്നു. സോ ഇവിടെയുള്ള അഡ്വാൻറ്റേജ് എന്താണ്? പണ്ട് അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ഓഫ് എന്നുള്ള ചാപ്റ്റർ പഠിക്കുന്നതിന് മുന്നേ നമ്മൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ 5 ലക്ഷത്തിന് ടാക്സ് അടയ്ക്കണ്ടേ? നൗ ഇനി നമ്മൾ എത്ര രൂപയ്ക്ക് ടാക്സ് അടച്ചാൽ മതി? 3 lakh. സോ ഇതാണ് ഈ ചാപ്റ്റർ മെയിൻലി പറയുന്നത്. അതായത് നിങ്ങൾ ലോസ് കണ്ടുപിടിക്കുക, ലോസ് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുക. സെറ്റ് ഓഫ് ചെയ്തിട്ടും ബാക്കി ഇനി ലോസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫ്യൂച്ചർ ഇയറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ക്യാരി ഫോർവേഡ് ചെയ്യാം. ഇതാണ് ബേസിക്കലി ഈ ചാപ്റ്റർ, സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്. മെയിൻ വേർഡ് എന്താണ്? ലോസ് 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 ലോസ്. അപ്പൊ ലോസ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ് എന്ത്? സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസ്, ഈ ചാപ്റ്റർ. ഓക്കെ അല്ലേ? ഇതൊരു ജസ്റ്റ് എക്സാമ്പിൾ ആണ്. നൗ ഈ ചാപ്റ്ററിൽ നമുക്ക് സത്യത്തില് 3 സ്റ്റെപ്പ് ഉണ്ട്. ഈ ചാപ്റ്ററിൽ നമുക്ക് 3 സ്റ്റെപ്പുകൾ ഉണ്ട്. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. 3 steps of 3 steps in order and it is compulsory. ഞാനിവിടെ നിങ്ങൾക്ക് 3 സ്റ്റെപ്പ് പറയും. സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്. ഈ ചാപ്റ്റർ ആകെ 3 സ്റ്റെപ്പേ ഉള്ളൂ. സോ 3 സ്റ്റെപ്പ് ഇൻ ഓർഡർ എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എന്താ 3 സ്റ്റെപ്പ് ഇൻ ഓർഡർ എന്ന് പറഞ്ഞാൽ? 3 സ്റ്റെപ്പ് നമ്മളിവിടെ കംപ്ലൈ ചെയ്യാനുണ്ട്. ഈ 3 സ്റ്റെപ്പും നമ്മൾ ഓർഡർലി വേണം ചെയ്യാൻ. വിച്ച് മീൻസ് 1 കഴിഞ്ഞാൽ 2, 2 കഴിഞ്ഞാൽ 3. നിങ്ങൾക്ക് ഒരിക്കലും ആദ്യം 3 പോയി പിന്നെ 1 വന്ന് പിന്നെ 2 പോലും നടക്കില്ല. അല്ലെങ്കിൽ ആദ്യം 2 പോയി പിന്നെ 1 വന്ന് പിന്നെ 3 പോവാ, അല്ലെങ്കിൽ 2, 3, 1 അങ്ങനെ ഒരു കാറ്റഗറിയെ ഇല്ല ഇവിടെ. ഇൻ ഓർഡർ ആയിരിക്കണം. വിച്ച് മീൻസ് ഫസ്റ്റ് ഇവിടെ, സെക്കൻഡ് ഇവിടെ, തേർഡ് ഇവിടെ. ദിസ് ഈസ് കാൾഡ് വാട്ട്? 3 സ്റ്റെപ്പ് ദാറ്റ് ടു ഇൻ ഓർഡർ. ഓക്കെ, എന്താണ് ആ സ്റ്റെപ്പുകൾ എന്ന് നോക്കാം. സ്റ്റെപ്പ് നമ്പർ 1, സെക്ഷൻ 70 ഇന്റർ source adjustment. What is this?
അഡ്ജസ്റ്റ്മെന്റ് ഇൻ സെയിം ഹെഡ്. ഞാനിപ്പോ മുകളിൽ ചെയ്തിരിക്കുന്നത് എന്താണ്? ഒരു ഇന്റർ സോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് ആണ്. എന്താണ്? സെയിം സോഴ്സ്, അതായത് സെയിം ഹെഡില് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഇവിടെ നോക്കിക്കേ, PGBPയില് എനിക്ക് ബിസിനസ് ഇൻകം ആയിട്ട് എത്ര ഉണ്ട്? ഫേർണിച്ചർ ഒരു 5 ലക്ഷം ഉണ്ട്. ഈ ചാപ്റ്ററിന്റെ മെയിൻ സംഭവം എവിടെ ഇരിക്കുന്നത്? ലോസ്. ഈ ലോസ് ഞാൻ എവിടെ അഡ്ജസ്റ്റ് ചെയ്യും? ഈ ലോസ് ഞാൻ എവിടെ അഡ്ജസ്റ്റ് ചെയ്യും? ഈ പ്രോഫിറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്, ഇന്റർ സോഴ്സ് അഡ്ജസ്റ്റ്മെന്റ്. അതായത് സെയിം ഹെഡിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ദെൻ അവർ സെക്കൻഡ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എപ്പോൾ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ? സ്റ്റെപ്പ് 1 കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് സ്റ്റെപ്പ് 2ലേക്ക് നിങ്ങൾക്ക് കടക്കാൻ പറ്റുള്ളൂ. സ്റ്റെപ്പ് 2, സെക്ഷൻ 71, ഇന്റർ ഹെഡ് അഡ്ജസ്റ്റ്മെന്റ്. പേര് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്ത് ചെയ്യാൻ പോവാണ് നിങ്ങൾ? 2 ഹെഡ്സ് തമ്മിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, എനിക്ക് ഹൗസ് പ്രോപ്പർട്ടി ലോസ് ഉണ്ട്. ഈ ഹൗസ് പ്രോപ്പർട്ടി ലോസ് ആദ്യം ഞാൻ ഇന്റർ സോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം. അതായത് ഹൗസ് പ്രോപ്പർട്ടി സോഴ്സ് സെയിം എന്താണ് ഹെഡ് അഡ്ജസ്റ്റ് ചെയ്യാം. ദെൻ ഓൺലി യു ക്യാൻ ഗോ ടു വാട്ട്? ഡിഫറെന്റ് ഹെഡ്. സപ്പോസിംഗ്ലി എനിക്ക് ഹൗസ് പ്രോപ്പർട്ടി ലോസ് ഒരു 50,000 രൂപയുണ്ട്. സാലറി എനിക്കൊരു 12 ലക്ഷം ഉണ്ട്. സോ എനിക്ക് എന്ത് ചെയ്യാം? ഇന്റർ സോഴ്സ് അഡ്ജസ്റ്റ്മെന്റിന് ശേഷം ഇന്റർ ഹെഡ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ വീട്ടിൽ എന്തെങ്കിലും ഒരു സാധനം കറി വെക്കുകയാണ്. അപ്പോൾ കറി വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐറ്റം, ഫോർ എക്സാമ്പിൾ മുളക് പൊടി, ആദ്യം നമ്മൾ എന്ത് ചെയ്യും? മുളക് പൊടി ഉണ്ടോ എന്ന് നമ്മുടെ വീട്ടിൽ ചെക്ക് ചെയ്യും. അപ്പോൾ അതാണ് ഇന്റർ സോഴ്സ് അഡ്ജസ്റ്റ്മെന്റ്. നമ്മുടെ വീട്ടിൽ ഇല്ലെങ്കിലല്ലേ നമ്മൾ വേറൊരാളുടെ വീട്ടിൽ അയൽവക്കത്ത് ചോദിക്കാൻ പോവുള്ളൂ. സോ പ്രൈമറിലി ഇതാണ്, നിങ്ങൾ ആദ്യം സെയിം സോഴ്സിൽ അഡ്ജസ്റ്റ് ചെയ്യുക, പിന്നെ ഡിഫറെന്റ് ഹെഡിലേക്ക് പോവാം. അപ്പൊ സെയിം ഹെഡ് അഡ്ജസ്റ്റ്മെന്റ്, പിന്നെയാണ് ഡിഫറെന്റ് ഹെഡിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്. നിങ്ങൾ ഇന്റർ സോഴ്സ് അഡ്ജസ്റ്റ്മെന്റും ഇന്റർ ഹെഡ് അഡ്ജസ്റ്റ്മെന്റും നടത്തി, ഇനിയും ബാക്കി നിങ്ങൾക്ക് ലോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുള്ളൂ? ക്യാരി ഫോർവേഡ് ചെയ്യാനേ പറ്റുള്ളൂ. ഓക്കെ, സോ ഇതാണ് 3 സ്റ്റെപ്പ്. ഈ 3 സ്റ്റെപ്പ് നിങ്ങൾ എങ്ങനെ ചെയ്യണം? ഓർഡർ വൈസ് തന്നെ ചെയ്യണം. ഇറ്റ് ഷുഡ് ബി ഇൻ ഓർഡർ. യു കാൺ ഡു, അതായത് സ്റ്റെപ്പ് 3 പോയിട്ട് സ്റ്റെപ്പ് 1 വരിക, ഇങ്ങനത്തെ പരിപാടിയൊന്നും ഇവിടെ നടക്കില്ല. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3 ഇൻ ഓർഡർ യു ഹാവ് ടു ഡു. ഓക്കെ, നൗ നമുക്ക് സ്റ്റെപ്പ് 1 ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഈ 3 സ്റ്റെപ്പും എക്സ്പ്ലനേഷൻ കഴിഞ്ഞ ഈ ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, സ്റ്റെപ്പ് 1, സെക്ഷൻ 70 എന്തായിരുന്നു? ഇന്റർ സോഴ്സ് അഡ്ജസ്റ്റ്മെന്റ്. അതായത് വിത്തിൻ ഹെഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഇന്റർ സോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റ് ഓഫ് ലോസസ് within the same head. ഓക്കെ, ഇനി നമ്മളുടെ ചാപ്റ്ററിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താണ്? ലോസ് ഉണ്ടെങ്കിൽ ഈ ചാപ്റ്റർ ഉള്ളൂ. അപ്പൊ ആദ്യം നമ്മുടെ ആദ്യത്തെ ഹെഡ്, 5 ഹെഡിൽ ഫസ്റ്റ് ഹെഡ് സാലറി. സാലറിയില് ലോസ് ഒരിക്കലും വരില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഓഫീസ് വളരെ ലോസിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഓണറിനെ കണ്ടപ്പോൾ എന്താണ്? വിഷമം തോന്നി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാണ്? ആൾക്കൊരു ഫോർ എക്സാമ്പിൾ 1 lakh അങ്ങോട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ലോസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോ? ഒരിക്കലും ഇല്ല. സോ സാലറിയിൽ നമുക്ക് ഒരു കാലത്തും ലോസ് ഉണ്ടാവില്ല. ഓക്കെ അല്ലേ? സോ സാലറി ഹെഡിൽ ഈ ചാപ്റ്റർ ആപ്ലിക്കബിൾ ആവില്ല. കാരണം എന്താണ്? ലോസ് ഇല്ലെങ്കിൽ ഈ ചാപ്റ്റർ ഇല്ല. സാലറി ഹെഡിൽ ലോസ് വരില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ, ഹൗസ് പ്രോപ്പർട്ടി ലോസ്. സെക്ഷൻ 70 ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് സെയിം ഹെഡിലെ അഡ്ജസ്റ്റ്മെന്റ്.
ഫോർ എക്സാമ്പിൾ എനിക്ക് ഹൗസ് 1ഉം ഹൗസ് 2ഉം ഉണ്ട്. ഹൗസ് 1ല് എനിക്ക് 2 lakh ഹൗസ് പ്രോപ്പർട്ടി ലോസ് ഉണ്ട്. ഹൗസ് 2ല് എനിക്കൊരു 5 lakh ഹൗസ് പ്രോപ്പർട്ടി ഗെയിനും ഉണ്ട്. അപ്പോ ഇവിടെ ലോസ് ആണ്, ഇവിടെ ഗെയിൻ ആണ്. നമ്മളുടെ ആദ്യം ഈ ചാപ്റ്ററിലെ ആദ്യം പോകേണ്ട എങ്ങോട്ടാണ്? എപ്പോഴും പോകേണ്ട എങ്ങോട്ടാണ്? ലോസ്. ഈ ലോസ് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? വിത്തിൻ ഹെഡ് അല്ല അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ടത്. സോ അണ്ടർ സെക്ഷൻ 70 ആദ്യം സെയിം ഹെഡിലെ തപ്പി പോവാ. സെയിം ഹെഡിലെ പ്രോഫിറ്റ് ഇവിടെ ഇല്ലേ? സോ ഫസ്റ്റ് യു നീഡ് ടു അഡ്ജസ്റ്റ് ദാറ്റ് വൺ. ദാറ്റ് ഈസ് IFHP. ഓക്കെ. ഫോർ എക്സാമ്പിൾ ഇനി വരാൻ പോകുന്ന IFHP എത്ര വരാൻ പോകുന്നത്? 5 lakh നമ്മൾ 2 lakh ലോസ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നൗ യു ആർ ഗോയിങ് ടു ഗെറ്റ് 3 lakh. ഓക്കെ അല്ലേ? നൗ നമുക്ക് അടുത്ത ഹെഡിലോട്ട് പോവാം. അടുത്ത ഹെഡ് ഏതാണ്? PGBP. അടുത്ത ഹെഡാണ് PGBP. മൂന്നാമത്തെ ഹെഡ് PGBP. അഗൈൻ സെക്ഷൻ 70 ആണ്. സെയിം ഹെഡിലെ അഡ്ജസ്റ്റ്മെന്റ്. നമുക്ക് PGBPയില് 3 തരത്തില് നമുക്ക് എന്ത് ചെയ്യാം? ബിസിനസ് നടത്താം. ഫസ്റ്റ് ആണ് സ്പെക്യുലേഷൻ ബിസിനസ് ലോസ്. സ്പെക്യുലേറ്റീവ് ബിസിനസ് ലോസ് അല്ല, സ്പെക്യുലേഷൻ ബിസിനസ് ലോസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇൻട്രാഡേ നടത്തുന്നു, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ട്രേഡിംഗ് നടത്തുന്നു. അപ്പൊ ഇത്തരം ഐറ്റത്തിൽ നിന്ന് നിങ്ങൾക്ക് വരുന്ന ലോസ് ആണ് നമ്മൾ ഇവിടെ നോക്കേണ്ടത് അല്ലേ? പ്രോഫിറ്റ് ഒരു ഭാഗം, ലോസ് ആണ് നമ്മളുടെ ഹൈലൈറ്റ്. അപ്പൊ ഞാൻ എന്ത് എഴുതി? സ്പെക്യുലേഷൻ ബിസിനസ് ലോസ്. ഫോർ എക്സാമ്പിൾ ഇൻട്രാഡേ ട്രേഡിംഗ്. എന്താ ഇൻട്രാഡേ ട്രേഡിംഗ്? എനിക്ക് ഇന്ന് തന്നെ പർച്ചേസ് ചെയ്ത് ഇന്ന് തന്നെ വിൽക്കണം, അല്ലെങ്കിൽ ഇന്ന് തന്നെ സെല് ചെയ്ത് ഇന്ന് തന്നെ പർച്ചേസ് ചെയ്യണം. ഇതാണ് ഇൻട്രാഡേ ട്രേഡിംഗ്. ഓക്കെ, ഹൈലി റിസ്ക് ആണ്. അതുകൊണ്ടാണ് അതിന്റെ പേര് സ്പെക്യുലേഷൻ എന്നായത്. സ്പെക്യുലേഷൻ ബിസിനസ് ലോസ്. കുറച്ച് റിസ്ക് ആണ്, ഗവൺമെന്റ് അത്ര സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഏരിയ ഒന്നല്ല. സോ ഇൻട്രാഡേ എക്സാമ്പിൾ പർപ്പസ്. നൗ സ്പെസിഫൈഡ് ബിസിനസ് ലോസ്. വാട്ട് ഈസ് ദിസ് സ്പെസിഫൈഡ് ബിസിനസ് ലോസ്? PGBPക്കായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ബിസിനസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. 35 AD ബിസിനസ്സിലെ 35 AD ബിസിനസ്, 14 സ്പെസിഫൈഡ് ബിസിനസ് പഠിച്ച ഓർമ്മയില്ലേ? വെയർ ഹൗസിംഗ്, ഓഫ് ഷോർ എന്നൊക്കെ പറഞ്ഞിട്ട്, അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്, കോൾഡ് ചെയിൻ എന്നൊക്കെ പറഞ്ഞിട്ട് 2 star എബോ, പിന്നെന്താണ് ഹോസ്പിറ്റൽ 100 beds എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചില്ലേ? സോ ദാറ്റ് ഈസ് ദിസ് 14 സ്പെസിഫൈഡ് ബിസിനസ്. സോ നിങ്ങൾ ഒന്നുകിൽ സ്പെക്യുലേഷൻ ബിസിനസ് നടത്തുന്ന ഒരാളാണ്, സ്പെസിഫൈഡ് ബിസിനസ് അണ്ടർ സെക്ഷൻ 35 AD നടത്തുന്ന ഒരാളാണ്, അല്ലെങ്കിൽ എന്താണ് അതർ ലോസസ് ആണ്. എന്താ അതർ ലോസ്? ബാക്കി എല്ലാ ബിസിനസ്സും. ഇപ്പൊ മുകളിൽ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ എന്താണ്? ഫർണിച്ചർ, കമ്പ്യൂട്ടർ, അതർ ബിസിനസ്. ഓക്കെ അല്ലേ? ഇതിന് ഓരോ കാറ്റഗറിക്കും ഓരോ രീതിയിലാണ് നിങ്ങൾക്ക് എന്ത് വരാൻ പോകുന്നത്? ലോസ് അഡ്ജസ്റ്റ്മെന്റ് വരാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ്സ് ഡിസ്കസ്. സപ്പോസിംഗ്ലി നിങ്ങൾ സ്പെക്യുലേഷൻ ബിസിനസ് ലോസ് ആണെങ്കിൽ യു ക്യാൻ ഡു വാട്ട്? ഓൺലി അഗെയിൻസ്റ്റ് എനി സ്പെക്യുലേഷൻ പ്രോഫിറ്റ്. നമുക്കറിയാം ലോസ് കണ്ടുപിടിക്കും, പ്രോഫിറ്റിനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഇതാണ് നമ്മുടെ ഈ ചാപ്റ്ററിന്റെ പരിപാടി. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വേറൊരു സ്പെക്യുലേഷൻ ബിസിനസ് മാത്രം കണ്ടുപിടിക്കുക, അതിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഓൺലി അഗെയിൻസ്റ്റ് വാട്ട്? സ്പെക്യുലേഷൻ പ്രോഫിറ്റ്. സർ, എനിക്ക് സ്പെക്യുലേഷൻ ലോസ് ഉണ്ട്, എനിക്ക് 35 AD സ്പെസിഫൈഡ് ബിസിനസ് ലോസ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂ? നോ. എനിക്ക് അതർ ബിസിനസ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂ? നോ. എനിക്ക് എന്ത് മാത്രമേ പറ്റൂ? സ്പെക്യുലേഷൻ ബിസിനസ് ലോസ് ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ? സ്പെക്യുലേഷൻ ബിസിനസ് പ്രോഫിറ്റിനായിട്ട് മാത്രമാണ്, അഗെയിൻസ്റ്റ് മാത്രമാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ദിസ് വൺ സ്പെസിഫൈഡ് ബിസിനസ് ലോസ് അല്ല, സ്പെസിഫൈഡ് ബിസിനസ് ലോസ്, ദാറ്റ് ഈസ് 35 AD ബിസിനസ് ലോസ്. 14 സ്പെസിഫൈഡ് ബിസിനസ് ഇല്ലേ? യെസ്, ദിസ് ക്യാൻ ബി ഓൺലി
against any specified business profit. അപ്പോ സത്യത്തില് ഇത് രണ്ടും ഏകദേശം ഒരേ ലെവലാണ് നിൽക്കുന്നത്, ഒരേ വേവ് ലെങ്ത് ആണ്. കാരണം എന്താണ്, സെയിം ടൈപ്പ് ഓഫ് ബിസിനസ് ആയിരിക്കണം. സ്പെക്യുലേഷൻ ബിസിനസ് ലോസ് എനിക്ക് സ്പെക്യുലേഷൻ ബിസിനസ് പ്രോഫിറ്റിനായിട്ട് മാത്രമാണ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നൗ സ്പെസിഫൈഡ് ബിസിനസ് ലോസ് എനിക്ക് അഗെയിൻ സ്പെസിഫൈഡ് ബിസിനസ് പ്രോഫിറ്റിനായിട്ട് മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? സോ ഇതൊക്കെ എന്താണ്, സെയിം ഹെഡിന്റെ അഡ്ജസ്റ്റ്മെന്റ് അല്ല, സെയിം ഹെഡിന്റെ. നൗ അഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്പെസിഫൈഡ് ബിസിനസ് ലോസ് ഉണ്ട്, എനിക്കത് സപ്പോസിംഗ്ലി സ്പെസിഫൈഡ് ബിസിനസ് ലോസ് ഉണ്ട്, എനിക്ക് സ്പെക്യുലേഷൻ പ്രോഫിറ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂ? നോ. എനിക്ക് നോർമൽ ബിസിനസ് പ്രോഫിറ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂ? എഗെയിൻ നോ. എനിക്ക് എന്ത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ? സ്പെസിഫൈഡ് ബിസിനസ് ലോസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാനേ പറ്റുള്ളൂ? സ്പെസിഫൈഡ് ബിസിനസ് പ്രോഫിറ്റ് ആയിട്ട് മാത്രമേ സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് നോർമൽ ബിസിനസ്, അതായത് നോർമലി ഉള്ള ബാക്കി ബിസിനസ്സുകൾ. ഇപ്പൊ പറഞ്ഞ പോലെ ഫർണിച്ചർ, കമ്പ്യൂട്ടർ, മെഷീനറി ബിസിനസ്, എന്തെങ്കിലും ടൈപ്പ് ഓഫ് ബിസിനസ്. ഓക്കെ, ദിസ് ക്യാൻ ബി അഗെയിൻസ്റ്റ് എനി PGBP including speculation business as well as specified business profit. Now ഇവിടെ കുറച്ച് ലിസ്റ്റ് ഉണ്ട്. എന്താണ്? സ്പെക്യുലേഷൻ, സ്പെസിഫൈഡ്, ഇങ്ങനെയല്ല നമ്മൾ പഠിച്ചത്? യെസ്. ബട്ട് നോർമലി ഉള്ള സാധാരണ ബിസിനസ് പ്രോഫിറ്റ്, അതായത് അതർ ബിസിനസ് ലോസ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്പെക്യുലേഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? യെസ്. സ്പെസിഫൈഡിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? യെസ്. നോർമലിലും അഡ്ജസ്റ്റ് ചെയ്യാം. വിച്ച് മീൻസ് അതർ ബിസിനസ് ലോസ് എന്താണ്? സേഫ് ഹാൻഡ് ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഏത് ബിസിനസ് പ്രോഫിറ്റ് ആയിട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. സ്പെസിഫൈഡ് ആയാലും സ്പെക്യുലേഷൻ ആയാലും നോർമൽ ബിസിനസ് പ്രോഫിറ്റ് ആയാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സോ ഇതാണ് കുറച്ചുകൂടി നല്ല ലോസ് എന്ന് പറയാം അല്ലെ? യെസ്. നെക്സ്റ്റ് ഹെഡ് ഏതാണ്? ഇപ്പൊ നമ്മൾ PGBP ആണ് പഠിച്ചത്. നെക്സ്റ്റ് ഹെഡ് ഈസ് ഫോർത്ത് ഹെഡ്, ക്യാപിറ്റൽ ഗെയിൻ ഹെഡ്. സെക്ഷൻ 70 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സെയിം ഹെഡിൽ അഡ്ജസ്റ്റ്മെന്റ്. ആദ്യം സെയിം ഹെഡ്. നമുക്കറിയാം PGBP രണ്ട് രീതിയിൽ വരാം. എങ്ങനെയാണ്? ഒന്ന് ലോങ് ടൈം ക്യാപിറ്റൽ ലോസ്. നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്ന ലോസിനെ കുറിച്ചാണ്. ലോങ് ടൈം ക്യാപിറ്റൽ ലോസ്, ഷോർട്ട് ടേം ക്യാപിറ്റൽ ലോസ്. ലോസിനെ കുറിച്ചല്ലേ നമ്മൾ പഠിക്കുന്നത്? ലോങ് ടേം, ഷോർട്ട് ടേം, ലോസ്. ഓക്കെ, ലോസ്. ഓക്കെ, നൗ ലോങ് ടേം ഓൺലി against any long time capital gain. Now short term against any capital gain means short term or long term. So long term loss undengil you can adjust only against long term gain only. Short term you can adjust against short term as well as long term. അപ്പൊ നിങ്ങള് ഇപ്പൊ വീട്ടില് എന്താണ്, രണ്ട് കുട്ടികളുണ്ടെന്ന് വിചാരിക്കാം. ചെറിയ കുട്ടികൾക്ക്, അതായത് ഷോർട്ട് ടേം കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾക്ക് ഓക്കെ, ദേ ക്യാൻ ഡു എനിത്തിങ്, കറക്റ്റ്, അവർക്ക് എന്തും ചെയ്യാം. അപ്പൊ ഷോർട്ട് ടേമിന് അങ്ങനെ ഒരു റെസ്ട്രിക്ഷനും കൊടുക്കുന്നില്ല. എന്ത് ചെയ്യാം? ലോങ് ടേമിനായിട്ടും അഡ്ജസ്റ്റ് ചെയ്യാം, ഷോർട്ട് ടേമിനായിട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ വലിയ ആൾക്ക് കുറെ റെസ്ട്രിക്ഷൻ ഉണ്ടാവും അല്ലെ? ഇപ്പൊ ലോങ് ടേമിന് യു ക്യാൻ അഡ്ജസ്റ്റ് ഓൺലി അഗെയിൻസ്റ്റ് ലോങ് ടേം. ഇറ്റ് ഷുഡ് ബി ഗെയിൻ. ഓക്കെ, ഇറ്റ് ഷുഡ് ബി ഗെയിനായിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് വേറൊരു അർത്ഥതലം കൂടിയുണ്ട്. അതായത് ലോങ് ടേം നമുക്ക് 12.5% അല്ലേ ടാക്സ് റേറ്റ് വരുന്നത്? ഷോർട്ട് ടേം 20% അല്ലേ വരുന്നത്? സോ ഇവിടുന്ന് ഇങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്. കാരണം എന്താണ്?
എനിക്ക് ഈ 20% ടാക്സ് കുറയ്ക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ? ബട്ട് ഉൾട്ടാണെങ്കിലോ, ശരിക്കും പറഞ്ഞാൽ ഇൻകം ടാക്സിൽ പെർമനന്റ് ആണ് കുറച്ചുകൂടി നല്ലത്. കാരണം എന്താണ്, ഇവിടെ 12.5% കൊടുത്താൽ മതി അല്ലേ? സോ ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. സോ ഇത്ര ആലോചിച്ചാൽ മതി. ലോങ് ടേമിനായിട്ട് മാത്രമേ പറ്റുള്ളൂ, ലോങ് ടേം ഗെയിനായിട്ട് മാത്രമേ പറ്റുള്ളൂ, ഷോർട്ട് ടേം long term as well as short term. Okay, and finally our last head, IFOS section 70. നമുക്ക് ഇവിടെ എന്താണ്, കാഷ്വൽ ലോസ് വരാം, OMRH ലോസ് വരാം, കാഷ്വൽ ലോസ് വരാം. കാഷ്വൽ ലോസ് പറഞ്ഞാൽ എന്താണ്, ഫോർ എക്സാമ്പിൾ വിന്നിംഗ് ഫ്രം ലോട്ടറി, ക്രോസ് വേർഡ് പസിൽസ്, അതായത് ബെറ്റിംഗ്, ഗാംബ്ലിംഗ്, ഇതുപോലെ നമ്മൾ ലക്ക് കാരണം അല്ലെങ്കിൽ നമ്മളുടെ റെയർ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ് നമ്മുടെ കാഷ്വൽ വിന്നിങ്സ്. ലോട്ടറി ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം, ലോട്ടറി കാഷ്വൽ വിന്നിങ്സ് അല്ലേ? യെസ്. ദെൻ OMRH മീൻസ് ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ഓഫ് റേസ് ഹോഴ്സ് ലോസ്. നമ്മൾ IFOS പഠിച്ച സാധനമാണ്. അപ്പോൾ ഇത് രണ്ടും IFOS വരുന്നതാണ്, നമ്മൾ അവിടെ പഠിച്ചതാണ്. എന്താണ് കാഷ്വൽ ലോസ്? ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ലോട്ടറി അടിക്കുന്ന കാര്യങ്ങളൊക്കെ. OMRH ഓണിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ഓഫ് ഹോഴ്സ് റേസ്, ഹോഴ്സ് റേസിനെ വളർത്തുക, ഇതിന്റെ റേസിന് വേണ്ടി ട്രെയിൻ ചെയ്യിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ, അതാണ് OMRH ലോസ്. ആൻഡ് അതർ ലോസ് ഏകദേശം നമ്മളുടെ PGBP ഒക്കെ പോലെ അല്ലെ? ദെൻ നമ്മള് ഗവൺമെന്റ് തീരെ പ്രൊമോട്ട് ചെയ്യാത്ത ഒരു ഏരിയ ആണ് എന്ത്, കാഷ്വൽ ലോസ്. നിങ്ങൾ പണിയെടുത്ത് അധ്വാനിച്ചിട്ട് കാശ് ഉണ്ടാക്കുക, അല്ലാതെ ലക്കിന്റെ പിന്നാലെ ഒന്നും പോകണ്ട എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആണ് ആർക്കുള്ളത്, ഗവൺമെന്റിനുള്ളത്. അതുകൊണ്ട് തന്നെ എന്താണ്, നോ സെറ്റ് ഓഫ്. ഫോർ എക്സാമ്പിൾ എനിക്ക് ലോട്ടറി അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലോട്ടറിക്ക് ഒരുപാട് പൈസ ചെലവാക്കി. ഫോർ എക്സാമ്പിൾ 500 രൂപയാണ് നമ്മളുടെ കേരള ഭാഗ്യക്കുറി. ഞാൻ ഓരോ മാസം ഒരു 12 ഓരോ മാസവും ഞാൻ ഒരു ടിക്കറ്റ് എടുക്കും. 500 രൂപയാണ് ഒരു ടിക്കറ്റിന്റെ വില. സോ 500 into 12, 6000 ഞാൻ ഇതിന് ചെലവാക്കി. എനിക്ക് 1 രൂപ പോലും എന്തടിച്ചിട്ടില്ല, ലോട്ടറി അടിച്ചിട്ടില്ല. സാർ ഇത് ഫുൾ എന്റെ അപ്പൊ ലോസ് അല്ലേ, എനിക്കിത് എവിടെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂ, ലോസ് അല്ലേ ഈ ചാപ്റ്റർ എന്നല്ലേ നമ്മുടെ പോയിന്റ്. ദ ആൻസർ ഈസ് നോ. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. നൗ സെറ്റ് ഓഫ് മാത്രല്ല, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ക്യാരി ഫോർവേഡ് നടക്കില്ല. അതായത് ഇവിടെ ഒന്നും നടക്കില്ല, സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല, ക്യാരി ഫോർവേഡ് ചെയ്യാനും പറ്റില്ല. വിച്ച് മീൻസ് ഈ ലോസ് എന്തായി, നിങ്ങളുടെ നിന്ന് ലാപ്സ് ആയി പോയി. ഈ ലോസ് നിങ്ങൾക്ക് എന്താണ്, ലോസ് നിങ്ങൾ പോയി, അത് പോയി എന്ന് കൂട്ടിയാൽ മതി. ഗവൺമെന്റ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതായത് ഈ പറയുന്ന കാഷ്വൽ വിന്നിങ്, അതായത് വിന്നിങ് ഫ്രം ലോട്ടറി, ക്രോസ് വേർഡ് പസിൽസ്, ഗാംബ്ലിംഗ് പോലെയുള്ള ഗെയിംസുകളൊന്നും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നേ ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിന് പ്രോഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അത് സെറ്റ് ഓഫ് ചെയ്യാനൊന്നും സമ്മതിക്കില്ല. ലോസിനായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. അവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അപ്പൊ ഈ കൂട്ടത്തിൽ എന്താണ്, സെറ്റ് ഓഫ് നടക്കില്ല, ക്യാരി ഫോർവേഡ് നടക്കില്ല. സോ വിച്ച് മീൻസ് ആ ലോസ് നിങ്ങൾ മറന്നേക്കാം. നെക്സ്റ്റ് വൺ, OMRH ലോസ്. ഇത് ഓൺലി against any OMRH profit. ഇതെന്താണ്, OMRH പ്രോഫിറ്റിനായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂ. ഇങ്ങോട്ട് എന്തായാലും പോയിൽ നടക്കില്ല, അവർ പറഞ്ഞു വെച്ചത് അനുസരിച്ച് ഇങ്ങോട്ടും പോയിൽ നടക്കില്ല. സോ വിച്ച് മീൻസ് OMRH ഓൺലി അഗെയിൻസ്റ്റ് OMRH പ്രോഫിറ്റ്. നമ്മൾ സ്പെക്കുലേഷൻ സ്പെസിഫൈഡിൽ പഠിച്ച സാധനങ്ങളല്ലേ, സെയിമിലല്ലേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂ, അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പറ്റില്ലല്ലോ, അതേ സംഭവം. ഓക്കെ അല്ലേ? നൗ നെക്സ്റ്റ് വൺ ഈസ് against any IFOS including OMRH profit but excluding കാഷ്വൽ വിന്നിങ്സ്. കാഷ്വൽ വിന്നിങ്സ് നിങ്ങൾ മറന്നേക്കുക. അങ്ങനെ ഒരു ആ പ്രോഫിറ്റ് നമുക്ക് എന്താണ്, പോയി ടാക്സ് അടയ്ക്കുക, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ബേസിക് എക്സംഷൻ കിട്ടില്ല, അതിനെതിരായിട്ട് എക്സ്പെൻസ് ഒന്നും ക്ലെയിം ചെയ്യാൻ പറ്റില്ല,
സെറ്റ് ഓഫ് നടക്കില്ല, ക്യാരി ഫോർവേഡ് നടക്കില്ല, ഒരു ആനുകൂല്യമില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗെയിൻ ഉണ്ടോ, പോയി ടാക്സ് അടച്ചോ, വേറെ ഇവിടെ ഒരു കളികളുമില്ല. സോ അതർ ലോസ് ഇതിനായിട്ട് സെറ്റ് ഓഫ് ചെയ്യാവോ? യെസ്, OMRH സെറ്റ് ഓഫ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. പക്ഷെ ഇതും വെച്ച് ഇങ്ങോട്ട് വരരുത്. ഓക്കെ, ദാറ്റ് ഈസ് ദ പോയിന്റ്. കറക്റ്റ് അല്ലേ? യെസ്. സോ ഇതാണ് ഇന്റർ സോഴ്സ് അഡ്ജസ്റ്റ്. അതായത് സെയിം ഹെഡ് തപ്പിപ്പോവാ, സെയിം ഹെഡിലെ പ്രോഫിറ്റും ലോസും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്ത്? ഇന്റർ സോഴ്സ് അഡ്ജസ്റ്റ്മെന്റ്. ഈ ഒരു പരിപാടി കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ എന്തിലേക്ക് പോവാ? ഇന്റർ ഹെഡ് അഡ്ജസ്റ്റ്മെന്റ്. സോ ദാറ്റ് ഈസ് അവർ നെക്സ്റ്റ് ഹെഡിങ്. സ്റ്റെപ്പ് 2, സെക്ഷൻ 71, ഇന്റർ ഹെഡ് അഡ്ജസ്റ്റ്മെന്റ്. സോ സ്റ്റെപ്പ് 1 കംപ്ലീറ്റ് ആയാൽ മാത്രം സ്റ്റെപ്പ് 2ലേക്ക് വരണം. ഒരിക്കലും നിങ്ങൾ സ്റ്റെപ്പ് 2 ആദ്യം വരരുത്. ഓക്കെ, പോയിന്റ് നമ്പർ 1, ഇന്റർ ഹെഡ് അഡ്ജസ്റ്റ്മെന്റ്. സംഭവം ഇത്രേ ഉള്ളൂ. നമ്മളുടെ സെയിം ഹെഡിന്റെ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വേറൊരു ഹെഡിലേക്ക് പോകാം. അതായത് നമ്മൾ ആദ്യം സ്വന്തം വീട്ടിലെ നമ്മളുടെ ഉപ്പുപൊടി അല്ലെങ്കിൽ മുളക് പൊടിയൊക്കെ തപ്പിപ്പോയി, അവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അയൽപക്കത്ത് പോയില്ലേ, അതേ പരിപാടി. ദിസ് ഇസ് വാട്ട് ഇന്റർ ഹെഡ് അഡ്ജസ്റ്റ്മെന്റ്. ദാറ്റ് ഈസ് സെറ്റ് ഓഫ് ലോസസ് വിത്തിൻ സെയിം ഇയർ ഇൻ ഡിഫറെന്റ് ഹെഡ്. ഡിഫറെന്റ് ഹെഡില് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നു സെയിം ഇയറിൽ. ലെറ്റ്സ് സീ. സാലറി, വി ആൾറെഡി നോ സാലറിയില് ലോസ് വരില്ല. ഈ ചാപ്റ്റർ മെയിൻ ആയിട്ട് പറയുന്നത് എന്താണ്? ലോസ് പ്രോഫിറ്റിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക, ലോസ് പ്രോഫിറ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക, എക്സസ് ലോസ് ക്യാരി ഫോർവേഡ് ചെയ്യുക. ലോസ് 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 ഇല്ലെങ്കിൽ ഈ ചാപ്റ്റർ ഇല്ല. ഹൗസ് പ്രോപ്പർട്ടി. സെക്ഷൻ 71 എന്താണ് അഡ്ജസ്റ്റ്മെന്റ്? സെക്ഷൻ 71 മീൻസ് ഇന്റർ ഹെഡ് അഡ്ജസ്റ്റ്മെന്റ്. ഇത് ഓക്കെ. 71 നമുക്ക് സാലറിയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമോ? യെസ്. നമുക്ക് PGBP ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമോ? യെസ്. നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമോ? യെസ്. നമുക്ക് IFOS ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമോ? യെസ്. IFOSൽ നമുക്ക് ഒരിക്കലും എന്ത് നടക്കില്ല? ക്യാഷ്വൽ വിന്നിങ്ങിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. സാർ, ഞാനിവിടെ സാലറി എഴുതി, ബട്ട് ഹൗസ് പ്രോപ്പർട്ടി എഴുതിയില്ല. PGBP എഴുതി, ക്യാപിറ്റൽ ഗെയിൻ എഴുതി, IFOS എഴുതി. എന്തുകൊണ്ട് ഹൗസ് പ്രോപ്പർട്ടി എഴുതിയില്ല? ഹൗസ് പ്രോപ്പർട്ടി എഴുതാൻ പറ്റില്ല. കാരണം എന്താണ്? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? സെയിം ഹെഡിലെ അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? അത് കഴിഞ്ഞാലല്ലേ ഇങ്ങോട്ട് വരാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ അത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഹൗസ് പ്രോപ്പർട്ടി പ്രോഫിറ്റിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇനി നടക്കില്ല. ആൾറെഡി സ്റ്റെപ്പ് 1 കഴിഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്. സോ യു കാൻ ഡു ദ സെയിം. സോ സാലറി നോ ഇഷ്യൂ, PGBP നോ ഇഷ്യൂ, ക്യാപിറ്റൽ ഗെയിൻ നോ ഇഷ്യൂ, IFOS നോ ഇഷ്യൂ. IFOSല് ക്യാഷ് വിന്നിങ് ഗോൺ കേസ്. എത്രയാണോ നിങ്ങൾക്ക് ഗെയിൻ അതിന് ടാക്സ് അടയ്ക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ലോസ് ഉണ്ടായാൽ മനസ്സിൽ വെച്ചാൽ മതി, ഒരു രക്ഷയില്ല. അതാണ്. ഓക്കെ, യെസ്. ബട്ട് there is a restriction. Maximum of ₹2 lakh. 2 ലക്ഷം വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 2 ലക്ഷം വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അഡ്ജസ്റ്റ് ചെയ്യാം. ബാലൻസ് നിങ്ങൾക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇത്ര ആലോചിച്ച് വെക്കാം, ഒരിക്കലും സാലറിയിൽ ലോസ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അത് അവിടെ മാറ്റി വെക്കാം. ഇന്റർ ഹെഡില് ഹൗസ് പ്രോപ്പർട്ടി നോക്കുവാണെങ്കിൽ സാലറി, PGBP, ക്യാപിറ്റൽ ഗെയിൻ, IFOS എല്ലാത്തിനായിട്ടും അഡ്ജസ്റ്റ് ചെയ്യാം, എക്സ്ക്ലൂഡിങ് IFOSലെ ക്യാഷ്വൽ വിന്നിങ്. അത് വിട്ടേക്ക്. ഇനി എന്താണ്? മാക്സിമം നിങ്ങൾക്ക് 2 lakhs വരെ അഡ്ജസ്റ്റ് ചെയ്യും. 2 lakhs വരെ. ഓക്കെ. നൗ നെക്സ്റ്റ് വൺ, തേർഡ് ഹെഡ് എന്താണ്? PGBP അല്ലേ? സെക്ഷൻ 71 നിങ്ങൾക്ക് എന്താണ്? എക്സെപ്റ്റ് സ്പെക്യുലേഷൻ ആൻഡ് സ്പെസിഫൈഡ് ലോസസ്. നമ്മൾ പറഞ്ഞു സ്പെക്യുലേഷൻ, സ്പെസിഫൈഡ് ലോസ് നമ്മൾ ഇവിടെ സെയിം ഹെഡിൽ അഡ്ജസ്റ്റ്മെന്റിൽ നമ്മൾ എന്താ പറഞ്ഞത്? സെയിം ഹെഡിൽ തന്നെ, സെയിം PGBP സെയിം ഹെഡിൽ തന്നെ സ്പെക്യുലേഷൻ ആയിട്ടല്ല അഡ്ജസ്റ്റ് ചെയ്തത്, സ്പെസിഫൈഡ് ആയിട്ടല്ല അഡ്ജസ്റ്റ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ സെയിം ഹെഡിലെ ഇതാണ് അവരുടെ അവസ്ഥ.
അപ്പൊ ഡിഫറെന്റ് ഹെഡിനായിട്ട് പോയി കഴിഞ്ഞാൽ അവര് ഓഫ് കോഴ്സ് നോ പറയില്ലേ. സോ സെയിം ഹെഡിൽ തന്നെ സെയിം കാറ്റഗറി ഓഫ് ഇതിൽ മാത്രമേ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂ. സ്പെക്കുലേഷൻ, സ്പെസിഫൈഡ്. ഇങ്ങോട്ട് ചാടാൻ പറ്റൂ, ഇങ്ങോട്ട് ചാടാൻ പറ്റൂ, നോർമലിലേക്ക് ചാടാൻ പറ്റൂ, ഇല്ല. അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്താണ്? സെയിം ഹെഡിലെ ഇതാണ് അവസ്ഥ. അപ്പൊ നമ്മൾ ഡിഫറെന്റ് ഹെഡില് സ്പെസിഫൈഡ് അല്ലെങ്കിൽ സ്പെക്കുലേഷൻ പോയിട്ട് ഹൗസ് പ്രോപ്പർട്ടിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദ്യത്തിന് റെലവൻസേ ഇല്ല. സെയിം ഹെഡിലെ ഇതാ അവസ്ഥ. യെസ്, അതുകൊണ്ടാണ് ഇവിടെ എന്താ എഴുതിയത്? എക്സെപ്റ്റ് സ്പെക്കുലേഷൻ ആൻഡ് സ്പെസിഫൈഡ് ലോസ്. ഓക്കെ, അപ്പൊ ഇനിയുള്ളത് എന്താണ്? നോർമൽ ലോസ് അല്ലേ? നോർമൽ ലോസിന്റെ അവസ്ഥ എന്താന്ന് നോക്കാം. യു ക്യാൻ ഡു വാട്ട്? അഗെയിൻസ്റ്റ് ഓരോ ഹെഡ് എഴുതാം. സാലറി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അടുത്തത് ഹൗസ് പ്രോപ്പർട്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. PGBP ഞാൻ ഒരിക്കലും ഇവിടെ എഴുതില്ല. കാരണം എന്താണ്? സെയിം ഹെഡ് ആണെങ്കിൽ, സെയിം സോഴ്സ് ആണെങ്കിൽ നമ്മൾ ആൾറെഡി അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ PGBP ഇവിടെ വരില്ല. ദെൻ ക്യാപിറ്റൽ ഗെയിൻ IFOS. യെസ്, ബട്ട് വാട്ട്? എക്സ്ക്ലൂഡിങ് യുവർ ക്യാഷ്വൽ വിന്നിങ്. ഓക്കെ അല്ലേ? നൗ ഏകദേശം ഹൗസ് പ്രോപ്പർട്ടി പോലെ തന്നെയല്ലേ ഇപ്പൊ നടന്നത്? ഹൗസ് പ്രോപ്പർട്ടി പോലെ തന്നെ. ഹൗസ് പ്രോപ്പർട്ടിയിൽ എന്താണ്? ഹൗസ് പ്രോപ്പർട്ടി കുറച്ചുകൂടി വിശാല മനസ്കനാണ്, എല്ലാത്തിലും അഡ്ജസ്റ്റ് ചെയ്യാം. ബട്ട് PGBPക്കകത്ത് സാലറി ഒഴികെ എല്ലാത്തിലും അഡ്ജസ്റ്റ് ചെയ്തൂടെ? യെസ്. നോ, വൈ സാലറി നമ്മൾ മാറ്റി നിർത്തുന്നു എന്നൊരു ചോദ്യം ഉണ്ടാവില്ലേ? എന്തുകൊണ്ടാണ് സാലറിനെ മാറ്റി നിർത്തുന്നത്? സാലറി എന്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു ചോദ്യം വരില്ലേ? ഇപ്പോ ഇത് ആക്ച്വലി നമ്മൾ ഈ ഒരു പ്രൊവിഷനെ മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം നമ്മളിവിടെ ഒഴിവാക്കിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. നിങ്ങൾ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു 20 ലക്ഷം പ്രോഫിറ്റ് ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യും? ഫേക്ക് ആയിട്ട് ഒരു ബിസിനസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിൽക്കും. എന്നിട്ട് അതിൽ ലോസ് ബുക്ക് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം എടുക്കാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് സാലറി 20 ലക്ഷം ഉണ്ട്. നമുക്കറിയാം ന്യൂ റെജീമിനകത്ത് 12 ലക്ഷം വരെ നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കണ്ടല്ലോ. ഓക്കെ, സാലറി 20 ലക്ഷം. ഞാൻ വെറുതെ എനിക്ക് ഈ ലോസ് കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ എന്ത് തുടങ്ങും? ഒരു ബിസിനസ് തുടങ്ങും. ഞാൻ ചുമ്മാ റാൻഡം ആയിട്ട് ഒരു 9 ലക്ഷം ലോസ് ആയി എന്ന് ഞാൻ പറയും. എനിക്ക് ഇതിനായിട്ട് സെറ്റ് ഓഫ് ചെയ്തൂടെ? അങ്ങനെ ഒരു സിനാരിയോ വരികയാണെങ്കിൽ എനിക്ക് 11 ലക്ഷം ആയില്ല എന്റെ ഇൻകം. 12 ലക്ഷം വരെ ടാക്സ് ഇല്ല, അതുകൊണ്ട് തന്നെ ഇതിന് ടാക്സ് കൊടുക്കണ്ട. സപ്പോസിംഗ് ഇത് മാത്രമാണെങ്കിൽ ഞാൻ ടാക്സ് കൊടുക്കേണ്ടി വന്നേനെ. സോ ഇതുപോലുള്ള കള്ളത്തരത്തിന് ചാൻസ് ഇവിടെ കൂടുതലായതുകൊണ്ടാണ് എന്ത് ചെയ്തത്? PGBP സാലറി ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ സാലറി ഇൻകം സ്റ്റിൽ 20 lakhs ആയിരിക്കും. യു നീഡ് ടു പേ ടാക്സ് ഓൺ 20 lakhs ഇറ്റ്സെൽഫ്. അപ്പൊ ഇതുപോലെ, അതായത് ഒരു സാലറി മാത്രം മേടിക്കുന്ന ആൾക്കാര് ഈ ഒരു പ്രൊവിഷൻ മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ കൊടുന്നിരിക്കുന്നത്. അപ്പൊ PGBPയിൽ സാലറി നടക്കില്ല, ബാക്കിയെല്ലാം ഓക്കെ. ക്യാഷ്വൽ വിന്നിങ് വിട്ടേക്ക്, അതിന്റെ കാര്യം പണ്ടേ പോയതാണ്. ഓക്കെ, നൗ PGBP കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 4 ക്യാപിറ്റൽ ഗെയിൻ. ക്യാപിറ്റൽ ഗെയിനും എന്ത് പറ്റില്ല? സെക്ഷൻ 71ന്റെ ഒരു പരിപാടി നടക്കില്ല. അതായത് വേറൊരു ഹെഡിനായിട്ട് പോവാൻ ആരും സമ്മതിക്കില്ല. വേറെ ഹെഡായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഇന്റർ ഹെഡ് അഡ്ജസ്റ്റ്മെന്റ് നടത്താൻ ക്യാപിറ്റൽ ഗെയിന് സമ്മതിക്കില്ല. സോ ക്യാപിറ്റൽ ഗെയിന് സെക്ഷൻ 71 എന്താ പറഞ്ഞിരിക്കുന്നത്? ഇന്റർ ഹെഡ് അഡ്ജസ്റ്റ്മെന്റ് നടക്കില്ല, വേറെ എങ്ങോട്ടും പോകണ്ട. സോ ഇന്റർ സോഴ്സിൽ നമ്മൾ എന്താ ചെയ്തത്? ലോങ് ടേം, ഷോർട്ട് ടേം, ലോങ് ടേം ആയിട്ടും ഷോർട്ട് ടേം ആയിട്ടും പറ്റും. അങ്ങനെയല്ല പഠിച്ചത്. ഇനി ഹെഡ് മാറ്റി പരിപാടി ചെയ്യാൻ പോയാലോ? അത് തീരെ നടക്കില്ല. ആൻഡ് ഫൈനലി IFOS. വാട്ട് ഈസ് ദിസ് IFOS? ഇൻകം ഫ്രം അതർ സോഴ്സ്, സെക്ഷൻ 71, that is inter head adjustment. Now except of course casual loss നിങ്ങൾ ചിന്തിക്കേ വേണ്ട, അത് പോയി. again OMRH ലോസ്. നമ്മൾ സെയിം ഹെഡിലെ
അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ പഠിച്ചു. OMRH ലോസ് യു ക്യാൻ ഡു വിത്ത് ഓൺലി അഗെയിൻസ്റ്റ് OMRH പ്രോഫിറ്റ്. OMRH ലോസുമായിട്ട് ഇങ്ങോട്ട് പോകാൻ പറ്റുമോ? നോ. നോർമൽ അതർ സോഴ്സ് പ്രോഫിറ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? നോ. അതുകൊണ്ട് തന്നെ സ്വന്തം ഹെഡിൽ പോലും ഇങ്ങനെയാണ്. ഇനി വേറൊരു ഹെഡിലേക്ക് പോകുമ്പോൾ അവർ സംഭവിക്കോ? ഇല്ല. ഓക്കെ, നൗ again is salary, yes. House property, yes. PGBP, yes. Capital gain, yes. ഇതൊക്കെ പ്രോഫിറ്റ് ആണ് കേട്ടോ. ഇതൊക്കെ പ്രോഫിറ്റ് വരുമ്പോൾ അതിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മനസ്സിലായില്ലെങ്കിൽ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഇതിലൊക്കെ നമുക്ക് പ്രോഫിറ്റ് ഉണ്ട്, എനിക്കിപ്പോ IFOs ലോസ് ഉണ്ട്, എന്ത് ചെയ്യാം? അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഓഫ്കോഴ്സ് IFOs ഇവിടെ വരില്ല. കാരണം എന്താണ്? ആൾറെഡി അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. സെക്ഷൻ 70 കഴിഞ്ഞാൽ സെക്ഷൻ 71 യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നോ, നിങ്ങൾ ഇവിടെ പഠിച്ചതിൽ ഏറ്റവും നല്ല ഹെഡ് ഈ പറഞ്ഞ കേസിൽ നമ്മൾ ആലോചിച്ച് നോക്കി, ആദ്യം ഏതായിരിക്കും? IFOs ആണ് അല്ലെ? IFOs, അതായത് നോർമൽ IFOs ലോസ് നിങ്ങൾക്ക് എല്ലാത്തിനായിട്ടും സെറ്റ് ഓഫ് ചെയ്യാം, ഒരു റെസ്ട്രിക്ഷനും ഇല്ല. സെക്കൻഡ് ആരാണ്? ഹൗസ് പ്രോപ്പർട്ടി ആണെന്ന് പറയാം. കാരണം എന്താണ്? എഗെയിൻ IFOs പോലെ തന്നെ എല്ലാത്തിനായിട്ടും സെറ്റ് ഓഫ് ചെയ്യാം. പക്ഷെ അവിടെ റെസ്ട്രിക്ഷൻ ഉണ്ട്. എന്താണ്? 2 lakh ആണ് മാക്സിമം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കാം, IFOs സൂപ്പർ ആണ്. കാരണം എന്താണ്? എല്ലാത്തിനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഹൗസ് പ്രോപ്പർട്ടി സെയിം തന്നെയാണ്, പക്ഷെ അതിനൊരു മാക്സിമം ക്യാപ്പ് കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? 2 lakh. ആൻഡ് പിന്നെ നോക്കുകയാണെങ്കിൽ ഏതാണ്? PGBP ആണ്. PGBPക്ക് അകത്ത് സാലറി മാത്രം നടക്കില്ല, ബാക്കി എല്ലാത്തിനായിട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. ഏറ്റവും മോശം ഏതാണ്? ക്യാപിറ്റൽ ഗെയിൻ ആണ്. സാലറി മോശം എന്ന് പറയാൻ പറ്റില്ല, കാരണം എന്താണ്? സാലറി ലോസ് വരില്ല. പക്ഷെ ഇവിടെ നോക്കി, ക്യാപിറ്റൽ ഗെയിൻ ഇന്റർ ഹെഡ് അവിടെ നിന്നും ഇങ്ങോട്ട് ഇനി വരണ്ട എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? സ്റ്റെപ്പ് 1 കഴിഞ്ഞു, സ്റ്റെപ്പ് 2 കഴിഞ്ഞു. Then only you can go to what? Step 3. What is that step 3? Step 3. What is that? Carry forward of losses. എന്താണ്? നിങ്ങൾ സെയിം ഹെഡിൽ ആദ്യം അഡ്ജസ്റ്റ് ചെയ്തു, സ്റ്റെപ്പ് 1. പിന്നെ നമ്മൾ ഹെഡ് മാറി ട്രൈ ചെയ്തു. ഇനിയും നിങ്ങൾക്ക് ലോസ് ഉണ്ട്, ക്യാരി ഫോർവേഡ് ചെയ്യാനേ നിവർത്തിയുള്ളൂ. ഓക്കെ, നിങ്ങൾ എന്ത് ചെയ്തു? സെയിം ഹെഡ് ട്രൈ ചെയ്തു, ഡിഫറെന്റ് ഹെഡ് ട്രൈ ചെയ്തു, ഇനി ലോസ് ഉണ്ട്, ക്യാരി ഫോർവേഡ് ചെയ്തു. ഇതാണ് പോയിന്റ്. ഓക്കെ, സെക്ഷൻ 71B അതാണ് ഹൗസ് പ്രോപ്പർട്ടി ലോസിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, സെക്ഷൻ 72 അതിലാണ് എന്ത് പറയുന്നത്? നോർമൽ ബിസിനസ് ലോസിനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 73 അതിലാണ് സ്പെക്യുലേഷൻ ബിസിനസ് ലോസിനെ കുറിച്ച് പറയുന്നത്. സെക്ഷൻ 73A അതിലാണ് എന്ത്? സ്പെസിഫൈഡ് ബിസിനസ് ലോസിനെ കുറിച്ച് പറയുന്നത്. നമ്മുടെ ചാപ്റ്റർ ലോസ് അല്ലേ, അതാണ് ലോസ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, ഓഫ് കോഴ്സ് സാലറി ലോസ് വരില്ല, അതുകൊണ്ട് തന്നെ അത് വരാത്തതിന് പകരം ഹൗസ് പ്രോപ്പർട്ടി മുതൽ വന്നത്. ഓക്കെ, സെക്ഷൻ 74 ലോങ് ടേം ഓർ ഷോർട്ട് ടേം ലോസ്. സെക്ഷൻ 74A OMRH ലോസ്. ഓക്കെ അല്ലേ? ഇനി ഒരു പരിപാടി കൂടിയുണ്ട്, സെക്ഷൻ 32 അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ, UAD. വാട്ട് ഈസ് ദിസ് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ? അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സപ്പോസിംഗ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഫിറ്റിൽ അബ്സോർബ് ചെയ്യാൻ പറ്റാത്ത ഡിപ്രീസിയേഷൻ ആണ് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായിട്ടെങ്കിൽ ഞാൻ എക്സാമ്പിൾ പറയാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ബിസിനസ് പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷൻ 7 lakh ആണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ മൊത്തം ഡിപ്രീസിയേഷൻ 10 ലക്ഷം ആണെന്ന് വിചാരിക്കുക. ഇതില് നിങ്ങളുടെ ഈ ഡിപ്രീസിയേഷനിൽ നിങ്ങളുടെ പ്രോഫിറ്റ് അബ്സോർബ് ചെയ്യാൻ പറ്റിയ പോർഷൻ എത്രയാണ്?
7 lakh അല്ലേ ഉള്ളൂ. 7 lakh. ഓക്കെ, 10 lakh ഈസ് യുവർ ഡെപ്രീസിയേഷൻ. ഔട്ട് ഓഫ് ദാറ്റ് പ്രോഫിറ്റ് അബ്സോർബ് ചെയ്യാൻ പറ്റുന്നത് 7 lakh അല്ലേ ഉള്ളൂ. ബാക്കി 3 ലക്ഷമാണ് എന്ത്, യുവർ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ. അതായത് നിങ്ങളുടെ പ്രോഫിറ്റ് അബ്സോർബ് ചെയ്യാത്ത ഡിപ്രീസിയേഷൻ ആണ് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ. ഓക്കെ അല്ലേ? നൗ അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, സാലറിയിൽ ലോസ് വരില്ല അതുകൊണ്ട് എഴുതിയില്ല. ഓക്കെ, റീസണബിൾ ആണ്, കുഴപ്പമില്ല. ഹൗസ് പ്രോപ്പർട്ടി ലോസ് വരാം, ക്യാരി ഫോർവേഡും വരാം. ഓക്കെ, നോർമൽ ബിസിനസ്, സ്പെക്യുലേറ്റീവ് ബിസിനസ്, സ്പെസിഫൈഡ് ബിസിനസ് ലോസ് വരാം, നമ്മൾ പഠിച്ചതാണ്. ലോങ് ടേം ക്യാപിറ്റൽ, ലോങ് ടേം ഷോർട്ട് ടേം ലോസ് വരാം ക്യാപിറ്റൽ ഗെയിനിൽ. OMRH വരാം. പിന്നെ നമ്മൾ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ പഠിച്ചു. ഓക്കെ സാർ, IFOസിലെ നോർമൽ ലോസ് എവിടെ? Yes, this is your doubt, right? Now the thing is that you need to understand one point here is that other IFOS losses എന്താണ്, നിങ്ങൾക്ക് നോ ക്യാരി ഫോർവേഡ്, നിങ്ങൾക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. അതർ IFOS ലോസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഒരു പോയിന്റ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് സാലറി സെർപ്പി 2 lakh ഉണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഹൗസ് പ്രോപ്പർട്ടി ലോസ് 2 lakh ഉണ്ട്, ലോസ് ആണ്. യെസ്, IFOസിലെ നോർമൽ ലോസ് എഗെയിൻ ഒരു 2 lakh ഉണ്ടെന്ന് വിചാരിക്കാം. നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിയേ, സാലറിയില് സെയിം ഹെഡില് എന്തായാലും ലോസ് വരില്ല എന്ന് നമുക്കറിയാം. അപ്പോ ഇനി തപ്പി നോക്കി പോകണ്ട. നമ്മൾ ആദ്യം നമ്മുടെ കണ്ണിൽ വരുന്നത് ലോസ് ആണ് അല്ലെ, ലോസ്. ഈ ചാപ്റ്റർ എന്താണ്, ലോസ് ആണ് ഈ ചാപ്റ്റർ. ലോസ് കണ്ടുപിടിക്കുക, പ്രോഫിറ്റ് ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യുക. നൗ ഇന്റർ ഹെഡ് അഡ്ജസ്റ്റ്മെന്റിലേക്ക് കടന്നൂടെ? യെസ്, സെക്കൻഡ് അഡ്ജസ്റ്റ്മെന്റിലേക്ക് കടക്കാം. എനിക്ക് വേണമെങ്കിൽ സാലറി ആയിട്ട് ഹൗസ് പ്രോപ്പർട്ടി 2 lakh വരെ അഡ്ജസ്റ്റ് ചെയ്യാം. കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. ഇനി നോക്കിക്കേ, ഹൗസ് പ്രോപ്പർട്ടി ലോസ്, IFOS ലോസ് 2 lakh ഉണ്ട്, അഡ്ജസ്റ്റ് ചെയ്തൂടെ? യെസ്, യു ക്യാൻ ഡു, ഒരു പ്രശ്നവുമില്ല. പക്ഷെ നിങ്ങൾ ഏത് മാത്രമാണ് ചെയ്യാൻ പാടുള്ളൂ? ഓഫ് കോഴ്സ് യു നീഡ് ടു ഡു ദിസ് ഇൻസ്റ്റെഡ് ഓഫ് ദിസ്. വൈ? IFOS ലോസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. സപ്പോസിംഗ്ലി പ്രശ്നം എന്താണ്, നിങ്ങൾ ഇത് അഡ്ജസ്റ്റ് ചെയ്തു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പ്രശ്നം എന്താണ്, ഈ ലോസ് പിന്നെ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. നൗ ഇഫ് ഐ ഡു ദിസ്, യു ക്യാൻ ക്യാരി ഫോർവേഡ്. അറ്റ്ലീസ്റ്റ് ഇത് നമുക്ക് എന്ത് ചെയ്യാം, ക്യാരി ഫോർവേഡ് ചെയ്യാം. ഓക്കെ, സോ യു നീഡ് ടു ഡു ദിസ് ആൻഡ് ഓഫ് കോഴ്സ് ക്യാരി ഫോർവേഡ് ദിസ്. അതുപോലെ ഓക്കെ അല്ലേ? ഇങ്ങനെ വേണം ചെയ്യാൻ. മറ്റതുപോലെ ചെയ്താലും തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മൾ എന്താണ്, ക്ലൈന്റിനെ സേവ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത് അല്ലെ. നമ്മളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ക്ലയന്റിനെ ഏറ്റവും നല്ല രീതിയിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഏറ്റവും നല്ല ഈ വഴിയാണ്. IFOS നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ അല്ലേ? ഓക്കെ, നൗ സ്റ്റെപ്പ് 3ക്ക് ഡീറ്റെയിൽ ആയിട്ട് കിടക്കാം. സ്റ്റെപ്പ് 3, വാട്ട് ഈസ് ദാറ്റ്? ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ്. സെക്ഷൻ 71B എന്താണത്? ഹൗസ് പ്രോപ്പർട്ടി ലോസ്. എന്ത് ചെയ്യാം? യു ക്യാൻ ക്യാരി ഫോർവേഡ് ഫോർ 8 further years. എന്താ ഫർദർ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മുടെ പ്രീവിയസ് ഇയർ എത്രയാണ്? 25-26. എനിക്ക് 25-26 ഒരു ലോസ് ഉണ്ടായി, ഹൗസ് പ്രോപ്പർട്ടി ലോസ്. ഓക്കെ, ഞാന് ഇന്റർ സോഴ്സ് ട്രൈ ചെയ്തു, ഇന്റർ ഹെഡ് ട്രൈ ചെയ്തു, ഒന്നും നടക്കുന്നില്ല. അടുത്ത ലാസ്റ്റ് ഓപ്ഷൻ എന്താണ്? എനിക്ക് ഫ്യൂച്ചർ ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. നൗ ഫ്യൂച്ചർ ഇയറിലേക്ക് ഞാൻ ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ള പ്ലാനൊക്കെ റെഡിയാക്കി. എത്ര കൊല്ലം എനിക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം? 8 കൊല്ലത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. എങ്ങനെ? ഫർദർ ഇയർ ആയിട്ടാണ് ക്യാരി ഫോർവേഡ് ചെയ്യുക. അതായത് ഈ സാധനത്തിന് ഇയർ 0 ആയിട്ട് നിങ്ങൾ ട്രീറ്റ് ചെയ്യണം. ഇനി അങ്ങോട്ട് 8 കൊല്ലം, അതാണ് 8 ഫർദർ ഇയർ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഫർദർ ഇയർ, യെസ്.
26, 27, 27, 28, 29, 29, 30, 30, 31, 31, 32, 33, 33, 1, 2, 3, 4, 5, 6, 7, 8, 33, 34. ഇത്രയും കൊല്ലത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ക്യാരി ഫോർവേഡ് ചെയ്യാം. അതായത് നിങ്ങൾ ഈ ഇയറിനെ ഒന്നായിട്ട് കൂട്ടരുത്. ഇനി എങ്ങനെ കൂട്ടേണ്ടത്? ഫർദർ ഇയർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഫർദർ ഇയറിലേക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നൗ യു നീഡ് ടു ഡു വാട്ട്? ഇതെങ്ങനെ ചെയ്യണം? ഫിഫോ ബേസിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. ഓഫ് കോഴ്സ് ആഫ്റ്റർ സ്റ്റെപ്പ് 1 ആൻഡ് 2. ഇതെന്താണ്? ഫിഫോ ബേസിലാണ് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. എന്താണ് ഫിഫോ ബേസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം വന്ന ലോസിനെ ആദ്യം നിങ്ങൾ സെറ്റ് ഓഫ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഞാനൊരു എക്സാമ്പിൾ പർപ്പസിലും പറയാം. എനിക്ക് ഈ കൊല്ലം ഒരു 8 ലക്ഷം ലോസ് ഉണ്ടായി. ഈ കൊല്ലം ഒരു 10 ലക്ഷം ലോസ് ഉണ്ടായി. ഇനി ഒരു ഫ്യൂച്ചർ ഇയർ, അതായത് 34, 35 നിങ്ങൾക്കൊരു പ്രോഫിറ്റ്, ഹൗസ് പ്രോപ്പർട്ടി പ്രോഫിറ്റ് വന്നു. ആദ്യം നിങ്ങൾ എടുക്കേണ്ടത് ഇതായിരിക്കണം. കാരണം എന്താണ്? ഇതാണ് ആദ്യം വന്ന ഫിഫോ ബേസിൽ. അതിന്റെ പ്രശ്നം എന്താണ്? സപ്പോസിംഗ്ലി ഇഫ് ഐ ടുക്ക് ദിസ്, വാട്ട് ഈസ് ദ പ്രോബ്ലം? ഇവൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. 8 കൊല്ലം ഇങ്ങനെ സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ്. മറ്റവനോ ഒരു 2-3 കൊല്ലം കംപ്ലീറ്റ് ആയി, അല്ലെങ്കിൽ 4 കൊല്ലം ഒക്കെ കംപ്ലീറ്റ് ആയി. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഫിഫോ ബേസിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? ഈ ലോസിനെ സെലക്ട് ചെയ്യാൻ. ഓക്കെ, ഇനി ക്യാരി ഫോർവേഡിന്റെ മെയിൻ പർപ്പസ് എന്താണ്? ഫ്യൂച്ചർ ഇയറിലെ പ്രോഫിറ്റിനായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതല്ലേ പോയിന്റ്. അപ്പൊ ഇൻ ഫ്യൂച്ചർ അഡ്ജസ്റ്റ് എഗെയിൻസ്റ്റ് എനി ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി. പണ്ട് നമ്മൾ എന്താണ് ഇന്റർ ഹെഡിൽ നമ്മൾ എന്താ പഠിച്ചത്? എല്ലാ ഹെഡിലേക്കും അഡ്ജസ്റ്റ് ചെയ്യാം, മാക്സിമം 2 ലക്ഷം എന്നുള്ള ഒരു പോയിന്റ് ആണ് നമ്മൾ പഠിച്ചത്. ഇവിടെ എന്താണ്? ക്യാരി ഫോർവേഡ് സമയത്ത്, ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഏതെങ്കിലും ഒരു ഇതിൽ പ്രോഫിറ്റ് ഉണ്ടായി, ഹൗസ് പ്രോപ്പർട്ടി പ്രോഫിറ്റ് ഉണ്ടായി. നിങ്ങൾക്ക് എന്തിൽ മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ലോസ് എന്തിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഹൗസ് പ്രോപ്പർട്ടി പ്രോഫിറ്റിനായിട്ട് മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എന്തിനായിട്ട് പറ്റില്ല? വേറെ ഹെഡിലേക്ക് പോകാൻ പറ്റുമോ? അത് എപ്പോ പറ്റും? ഇന്റർ ഹെഡിൽ പറ്റും. അതായത് സെയിം ഇയർ ലോസ് ഉണ്ടായി, ഇന്റർ ഹെഡ് ചെയ്യുമ്പോൾ നടക്കും, ഡിഫറെന്റ് ഹെഡിൽ നടക്കില്ല. സി, ഈവൻ ഈ റിട്ടേൺ ഓഫ് ഇൻകം ഈസ് നോട്ട് ഫയൽഡ് ഓൺ ടൈം. റിട്ടേൺ ഓഫ് ഇൻകം നിങ്ങൾ ഓൺ ടൈമിൽ ഫയൽ ചെയ്തില്ലെങ്കിൽ ചില കേസിൽ നിങ്ങൾക്ക് എന്ത് കിട്ടില്ല? ക്യാരി ഫോർവേഡ് നടക്കില്ല. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞത്? റിട്ടേൺ ഓൺ ഇൻകം എന്ത് ചെയ്യണം? റിട്ടേൺ ഓൺ ഇൻകം എപ്പോ എന്ത് ചെയ്യണം? ഫയൽ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, റിട്ടേൺ ഓൺ ഇൻകം പ്രോപ്പർ ടൈമിൽ, ഡ്യൂ ഡേറ്റ് നമ്മൾ ഫയൽ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്കറിയാം നമ്മുടെ പ്രീവിയസ് ഇയർ ഇതാണ്. പ്രീവിയസ് ഇയറിൽ നിങ്ങൾ ഏൺ ചെയ്ത ഇൻകം നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ 139 ഡ്യൂ ഡേറ്റിൽ നമ്മൾ ഫയൽ ചെയ്യും. ഏതായിരുന്നു അത്? ജൂലൈ, ഒക്ടോബർ, നവംബർ. ഇതിന്റെ ഉള്ളിൽ ഫയൽ ചെയ്യണ്ടേ? ഇത് കഴിഞ്ഞ് ഫയൽ ചെയ്താൽ ചില കേസിൽ നമുക്ക് ക്യാരി ഫോർവേഡ് നടക്കില്ല. അതായത് ഇപ്പൊ ഞാൻ പറയുന്ന ഹൗസ് പ്രോപ്പർട്ടിയില് ഞാൻ ഇവിടെയാണ് ഫയൽ ചെയ്തത്, ക്യാരി ഫോർവേഡ് നടക്കുമോ? യെസ്. ഞാൻ ഇവിടെയാണ് ഫയൽ ചെയ്തത്, ക്യാരി ഫോർവേഡ് നടക്കുമോ? യെസ്. സോ റിട്ടേൺ ഓൺ ഇൻകം നമ്മൾ എന്താണ്? പ്രോപ്പർ ടൈമിൽ ഫയൽ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ബട്ട് യു ഹാവ് ടു ഫയൽ. ഡ്യൂ ഡേറ്റ് പോയാലും കുഴപ്പമില്ല, ബട്ട് നിങ്ങൾ എന്തായിരിക്കണം? ഫയൽ ചെയ്തിട്ടിരിക്കണം. ഇനി നോക്കിക്കേ, ചില ഇൻകം 139 ഡ്യൂ ഡേറ്റിന് ശേഷം ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്യാരി ഫോർവേഡ് നടക്കില്ല. ഇത് ക്യാരി ഫോർവേഡ് നടക്കും. അതായത് വിത്തിൻ ഡ്യൂ ഡേറ്റ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത്, എങ്കിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? ക്യാരി ഫോർവേഡ് നടക്കൂ. പക്ഷെ ഹൗസ് പ്രോപ്പർട്ടിക്ക് എന്താണ്? നിങ്ങൾ ഫയൽ ചെയ്താൽ മതി, ഡ്യൂ ഡേറ്റ് നോക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിനർത്ഥം. ഇനി എഴുതാൻ പോകുന്ന 5 സാധനത്തിനും എന്തില്ല? ഇനി അങ്ങോട്ട് എഴുതാൻ പോകുന്ന, അതായത് ഹൗസ് പ്രോപ്പർട്ടി അൺഅബ്സോർബ്ഡ് ഡെപ്രിസിയേഷൻ ഓൺ ടൈമിന് ഫയൽ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പാർട്ട് ഫ്രം ഓൾ അതർ കേസസ് നിങ്ങൾ എന്ത് ചെയ്യണം? റിട്ടേൺ ഓൺ ഇൻകം
പ്രോപ്പർ ടൈമിൽ, അതായത് ജൂലൈ, ഒക്ടോബർ, നവംബർ, ഇതൊക്കെയല്ലേ ഡ്യൂ ഡേറ്റ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഫയൽ ചെയ്യണം. 139(1) ഡ്യൂ ഡേറ്റിൽ റിട്ടേൺ ഓൺ ഇൻകം ഫയൽ ചെയ്യണം. ഓക്കെ അല്ലേ? സോ യെസ്. അപ്പോ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട പോയിന്റ് എന്താണ്? നമുക്ക് കിട്ടിയിരിക്കുന്ന ഓപ്ഷൻ എന്താണ്? 8 ഫർദർ ഇയറിലേക്ക് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്തൂടെ? ഈവൻ ബിലേറ്റഡ് റിട്ടേൺ ഓൺ ഇൻകം ഈസ് ഓക്കെ. ബട്ട് ഫോർ ഇനി വരാൻ പോകുന്ന ഈ എല്ലാ കേസിലും റിട്ടേൺ ഓൺ ഇൻകം എന്താണ്? യു ഹാവ് ടു ഫയൽ ഓൺ ടൈം. ഫയൽ ചെയ്യില്ലെങ്കിലെ പ്രശ്നം എന്താണ്? നിങ്ങൾക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. സാർ എനിക്ക് ലോസ് ഉണ്ട്, ഫോർ എക്സാമ്പിൾ നോർമൽ ബിസിനസ് ലോസ് ഉണ്ടായിരുന്നു, ഞാൻ റിട്ടേൺ ഓൺ ഇൻകം എന്റെ ഡ്യൂ ഡേറ്റിൽ തന്നെ ഞാൻ ഫയൽ ചെയ്തില്ല, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ക്യാരി ഫോർവേഡ് ഫെസിലിറ്റി നിങ്ങൾക്ക് നഷ്ടമാകും. ഓക്കെ, ക്യാരി ഫോർവേഡ് ഫെസിലിറ്റി നിങ്ങൾക്ക് നഷ്ടമാകും. ലോസ് ഉണ്ട്, ഓക്കെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. റിട്ടേൺ ടൈമിൽ ഫയൽ ചെയ്തോ, ജൂലൈ, ഒക്ടോബർ, നവംബർ, ഇതാണ് ഡ്യൂ ഡേറ്റ്. നിങ്ങൾ ഇതിൽ ഏതിലാണ് വരുന്നത് അതിന്റെ മുന്നേ നിങ്ങൾ ഫയൽ ചെയ്യണം. ദെൻ ഓൺലി യു ക്യാൻ ഗെറ്റ് വാട്ട്? ക്യാരി ഫോർവേഡ് ഓപ്ഷൻ. ഇതിന്റെ എക്സെപ്ഷൻ ആയിട്ട് രണ്ട് സാധനം. ഇപ്പൊ നമ്മൾ പഠിച്ച ഏത്? ഹൗസ് പ്രോപ്പർട്ടി ലോസ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ. ഇതല്ലാതെ ബാക്കി എല്ലാത്തിനും നിങ്ങൾ എന്ത് ചെയ്യണം? റിട്ടേൺ ഓൺ ഇൻകം ടൈമിൽ ഫയൽ ചെയ്യണം, ഇല്ലെങ്കിൽ ക്യാരി ഫോർവേഡ് നടക്കില്ല. ഓക്കെ അല്ലേ? നോ. Section 72. What is that? Normal business loss. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഫോർ 8 ഫർദർ ഇയറിലേക്ക് നിങ്ങൾക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. 8 ഫർദർ ഇയറിലേക്ക് നിങ്ങൾക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. ഓക്കെ, യെസ്. എന്താണ് ഫർദർ ഇയർ? വി ആൾറെഡി ഡിസ്കസ്, റൈറ്റ്? യെസ്. ഇനി ബി, ഇൻ ഫ്യൂച്ചർ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇൻ ഫ്യൂച്ചർ അഡ്ജസ്റ്റ്. നമ്മൾ ഇന്റർ സോഴ്സ് ചെയ്യുമ്പോൾ ഓർമ്മ ഉണ്ടോ? നമുക്ക് നോർമൽ ബിസിനസ് പ്രോഫിറ്റ്, സ്പെക്കുലേഷൻ, സ്പെസിഫൈഡ്, നോർമൽ ബിസിനസ് പ്രോഫിറ്റ്, ഈ 3 പ്രോഫിറ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തൂടെ? ഇനി ഇവിടെ നോക്കിക്കേ, അഡ്ജസ്റ്റ് ഓൺലി എനി PGBP which means including speculation and specified profit. അപ്പൊ എന്താണ്? അവിടെ പഠിച്ച അതേ പോയിന്റ് ആണ് ഇവിടെ ഉള്ളത്. ഈ സെയിം ഹെഡിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ എന്തായിരുന്നു? നോർമൽ ബിസിനസ് ലോസ് എന്തിനേക്ക് സെറ്റ് ഓഫ് ചെയ്യാം? സ്പെക്കുലേഷൻ, സ്പെസിഫൈഡ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. സെയിം വേ ഇവിടെ അങ്ങനെ തന്നെ. ഓക്കെ അല്ലേ? യെസ്. നൗ സി പോയിന്റ്, ഓൺലി ഇഫ് റിട്ടേൺ ഓൺ ഇൻകം ഫയൽഡ് ഓൺ ടൈം. ഓക്കെ അല്ലേ? എനിക്ക് 8 കൊല്ലം ക്യാരി ഫോർവേഡ് ഒക്കെ ചെയ്യാം, പക്ഷെ പ്രശ്നം എന്താണ്? ക്യാരി ഫോർവേഡ് ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? റിട്ടേൺ ഓൺ ഇൻകം പ്രോപ്പർ ടൈമില് ജൂലൈ, ഒക്ടോബർ, നവംബർ, നിങ്ങളുടെ ടൈം അനുസരിച്ച് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ഫയൽ ചെയ്തിരിക്കണം. ഏത് ഡ്യൂ ഡേറ്റ് ആണോ നിങ്ങളുടെ, അതിന് മുന്നേ നിങ്ങൾ ഫയൽ ചെയ്തിരിക്കണം. ദെൻ ഓൺലി യു വിൽ ഗെറ്റ് വാട്ട്? ക്യാരി ഫോർവേഡ് ഓപ്ഷൻ. 8 കൊല്ലം ക്യാരി ഫോർവേഡ് ചെയ്യാം, ഓക്കെ, ഒരു കുഴപ്പമില്ല. പക്ഷെ പ്രശ്നം എന്താണ്? ടൈമിൽ നിങ്ങൾ ഫയൽ ചെയ്യണം. ടൈമിൽ ഫയൽ ചെയ്തില്ലെങ്കിൽ കൂടി കിട്ടുന്ന ഒരു പോയിന്റ് ആണ് നമ്മൾ ഇതിന് മുന്നേ പഠിച്ചത്. ബട്ട് ഇവിടെ നടക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ആൾറെഡി എഴുതി വെച്ചത് എന്താണ്? റിട്ടേൺ ഓൺ ഇൻകം ഈ 5 കേസിലും ഫയൽ ചെയ്യണം ഓൺ ടൈമില്. ഇനി ഇത് എത്ര കൊല്ലം ക്യാരി ഫോർവേഡ് ചെയ്യാന്നാ പറഞ്ഞത്? നോർമൽ ബിസിനസ്സും 8 കൊല്ലം, ഹൗസ് പ്രോപ്പർട്ടി, നോർമൽ ബിസിനസ് 8 കൊല്ലം. ഓക്കെ അല്ലേ? ഇനി ഇതില് ഒരു പോയിന്റ് കൂടി ഉണ്ട്. ഇഫ് റിക്കവറി ഇൻ ഷട്ട് ഡൗൺ ബിസിനസ്, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എന്താണ്? നിങ്ങളുടെ ഒരു ബിസിനസ് നിങ്ങൾ ഷട്ട് ഡൗൺ ചെയ്തു, പക്ഷെ നിങ്ങളുടെ ഒരു ബാഡ് ഡെപ്റ്റ് നിങ്ങൾക്ക് റിക്കവർ ചെയ്തു. ടാക്സബിൾ ആണോ? യെസ്, ടാക്സബിൾ ആണ്. നിങ്ങളുടെ ബിസിനസ് ക്ലോസ് ചെയ്തിരിക്കുകയാണെന്ന് നിങ്ങൾ ആലോചിക്കണം. ഈവൻ നിങ്ങളുടെ ഓപ്പൺ ആണെങ്കിൽ ഓഫ് കോഴ്സ് ടാക്സബിൾ ആണ്. ഈവൻ നിങ്ങൾ ആ ബിസിനസ് ക്ലോസ് ചെയ്തിരിക്കുകയാണെങ്കിൽ കൂടി നിങ്ങളുടെ ഷട്ട് ഡൗൺ ബിസിനസ്സിൽ നിങ്ങൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു 10 കൊല്ലം മുന്നേ ഒരു ബിസിനസ് ഷട്ട് ഡൗൺ ചെയ്തു. എനിക്ക് ആ ബിസിനസ്സിൽ പണ്ടുണ്ടായിരുന്ന ഒരു ഒരാൾ പൈസ തരാതെ മുങ്ങിയ ആള്, അതായത് ബാഡ് ഡെപ്റ്റ്, സെയിൽ ചെയ്തു, ആള് പൈസ തന്നില്ല, ആ ബാഡ് ഡെപ്റ്റ് ഒരാള് എനിക്ക് പിന്നെ കൊണ്ടുവന്ന് തന്നു. സോ ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ് അല്ലേ ഇത്? യെസ്, ദിസ് ഈസ് വാട്ട്? ബാഡ് ഡെപ്റ്റ് റിക്കവേർഡ്.
This is taxable in year of recovery. That too any year. നിങ്ങൾ 1950 ഒരു ബിസിനസ് നടത്തി, അന്ന് നിങ്ങൾക്ക് എന്തുണ്ടായി? ബാഡ് ഡെപ്റ്റ് ഉണ്ടായി, ആള് പൈസ തരാതെ മുങ്ങി. 2026 ഇന്ന് കൊടുന്ന ആള് ബാഡ് ഡെപ്റ്റിന് പൈസ തന്നാലും ആ പൈസ നിങ്ങൾക്ക് റീപേ ചെയ്താലും എന്താണ്? ടാക്സബിൾ ആണ്. അതിനൊരു വ്യത്യാസമില്ല. എനി ഇയർ ടാക്സബിൾ ആണ്. ബട്ട് ഇവിടെ എന്താണ് അത് പറയുന്നത്? യു ക്യാൻ ഡു വാട്ട്? അഡ്ജസ്റ്റ് ഓഫ് ലോസ് ഓഫ് ഷട്ട് ഡൗൺ ഇയർ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് കുറയ്ക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിളില് 1950 നിങ്ങളൊരു ബിസിനസ് നടത്തി, അന്ന് കൂട്ടിപ്പോയി. ആ ടൈമിൽ ഉണ്ടായിരുന്ന ഒരു ബാഡ് ഡെപ്റ്റ് സപ്പോസിംഗ്ലി ഒരു 12 lakh. നിങ്ങൾക്ക് 2026 ഇത് അന്നത്തെ ബാഡ് ഡെപ്റ്റ് ആണ്. 2026 എന്ത് ചെയ്തു? ഈ ബാഡ് ഡെപ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്തു? റിക്കവർ ചെയ്തു. ടാക്സബിൾ ആണോ? യെസ്, ടാക്സബിൾ ആണ്. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഷട്ട് ഡൗൺ ചെയ്ത ഇയറിലെ എന്ത് ലോസ് നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ അഡ്ജസ്റ്റ് ചെയ്യാം. സാർ, നമ്മൾ കുറച്ചു മുന്നല്ലേ പഠിച്ചത്, 8 കൊല്ലല്ലേ ഇത് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റൂ. 1950 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ 80 കൊല്ലൊക്കെ ആവാറായി അല്ലേ? ഇതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നല്ലേ നിങ്ങളുടെ ഡൗട്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ SSCയുടെ കേസിലും ഒരു ന്യായമുണ്ട്. കാരണം എന്താണ്? 1950 നടത്തിയ ബാഡ് ഡെപ്റ്റ് ഇപ്പൊ കിട്ടിയിട്ട് ഇപ്പൊ അവനെ കൊണ്ട് ടാക്സ് അടയ്ക്കാൻ പറയുന്നു. അങ്ങനെയാണെങ്കിൽ അന്ന് ഷട്ട് ഡൗൺ ചെയ്ത ലോസും അഡ്ജസ്റ്റ് ചെയ്യണത് റീസണബിൾ അല്ലേ? ആ ഒരു ഓപ്ഷൻ ആര് കൊടുത്തിട്ടുണ്ട്? ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് കൊടുത്തിട്ടുണ്ട്. സോ ഷട്ട് ഡൗൺ ചെയ്ത ഇയറിലെ ലോസ് നമുക്ക് എന്ത് ചെയ്യാം? അഡ്ജസ്റ്റ് ചെയ്യാം. ആൻഡ് this will be our first preference. Why is our first preference? സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 ഒക്കെ വേണമെന്ന് സാറിനല്ലേ പറഞ്ഞത് എന്നല്ലേ നിങ്ങളുടെ പോയിന്റ്? ഈ സാധനം എന്താണ്? സ്പെഷ്യൽ കേസ് അല്ലേ? ഷട്ട് ഡൗൺ ബിസിനസ്സിൽ നമുക്ക് റിക്കവർ ചെയ്യുന്ന എമൗണ്ട് അല്ലേ? സോ ആ ലോസ് ഇനി എന്തായാലും 8 കൊല്ലം കഴിഞ്ഞ് 80 കൊല്ലം കഴിഞ്ഞ്, അപ്പൊ പിന്നെ ഇതാണ് ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ലാസ്റ്റ് ചാൻസ്. സോ ഷട്ട് ഡൗൺ ബിസിനസ്സിലെ ലോസ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ റിക്കവറി വേണം. അപ്പൊ അതിനായിരിക്കും ഫസ്റ്റ് പ്രിഫറൻസ്. ദെൻ ഓൺലി യു മൂവ് ടു സ്റ്റെപ്പ് 1 and 2. സ്റ്റെപ്പ് 1 and 2. Okay, so it is a special case. Now section 73 എന്താണിത്? സ്പെക്യുലേഷൻ ബിസിനസ് ലോസ്. സ്പെക്യുലേഷൻ ബിസിനസ് ലോസ്. സ്പെക്യുലേഷൻ ആയാലും ശരി, OMRH ആയാലും ശരി, ഞാൻ പറഞ്ഞ അനുസരിച്ച് ഓഫ് കോഴ്സ് ക്യാഷ്വൽ വിന്നിങ് നമ്മൾ തൊടുന്നേ ഇല്ല. ക്യാഷ്വൽ വിന്നിങ്ങിലെ ലോസ് ഒന്നും നോക്കുന്നേ ഇല്ല. പക്ഷെ സ്പെക്യുലേഷൻ ഗവൺമെന്റ് അത്ര പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഭവമല്ല. OMRHഉം ഗവൺമെന്റ് അത്ര പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. നമ്മൾ എന്താണ്? അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കണം. ഓഫ് കോഴ്സ് സ്പെക്യുലേഷൻ കുറച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ ഇൻട്രാഡേ ചെയ്യുന്നത് അത്ര ഈസി ടാസ്ക് ഒന്നല്ല, കുറച്ചൊക്കെ ബുദ്ധി ഉപയോഗിക്കണം. പക്ഷെ കൂടുതൽ അവിടെ നടക്കുന്നത് എന്താണ്? ഒരു ലക്ക് ബേസിലാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്പെക്യുലേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ പഠിച്ച 2 കാര്യത്തിലും, ഹൗസ് പ്രോപ്പർട്ടി ആയാലും നോർമൽ ബിസിനസ് ലോസ് ആണെങ്കിലും, നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ കിട്ടുന്നത് 8 years ആണ് അല്ലെ? പക്ഷെ സ്പെക്യുലേഷൻ ബിസിനസ് നമ്മൾ എത്ര കൊല്ലം ക്യാരി ഫോർവേഡ് എടുത്തു? 4 further years. എന്താണ് ഫർദർ ഇയേഴ്സ്? വി ആൾറെഡി ഡിസ്കസ്ഡ്. ബി, ഇൻ ഫ്യൂച്ചർ. നമ്മൾ അവിടെ എന്താ പഠിച്ചത്? സെയിം ഹെഡ് ആവുമ്പോ സ്പെക്യുലേഷൻ പ്രോഫിറ്റ് അല്ലേ? ഹിയർ ആൾസോ ദ സെയിം. എന്താണ്? ഇൻ ഫ്യൂച്ചർ ഓൺലി അഗെയിൻസ്റ്റ് എനി സ്പെക്യുലേഷൻ profit. You can adjust with any speculation profit. അവിടെയും ഇന്റർ സോഴ്സിലും ഇതേ സാധനല്ലേ പറഞ്ഞത്? സെയിം ഹെഡിൽ അഡ്ജസ്റ്റ്മെന്റ് ഇത് തന്നെയല്ലേ പറഞ്ഞത്? അതന്നെ. സി, we already know this. Only if return on income is filed on time. ഓക്കെ, ഇപ്പൊ നമ്മൾ അവിടെ പോയി എഴുതുകയാണെങ്കിൽ നമുക്ക് സ്പെക്യുലേഷൻ എത്ര നടക്കുള്ളൂ? സ്പെക്യുലേഷൻ 4 കൊല്ലേ നടക്കത്തുള്ളൂ. ഓക്കെ അല്ലേ? ഇനി അടുത്തതാണ് സെക്ഷൻ 73A.
എന്താണ് സ്പെസിഫൈഡ് 35AD ബിസിനസ് അല്ലെ, സ്പെസിഫൈഡ് ബിസിനസ് ലോസ്. സ്പെസിഫൈഡ് ബിസിനസ് ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെന്റിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബിസിനസ് ആണ് ഈ സ്പെസിഫൈഡ് ബിസിനസ്. നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് അഗ്രികൾച്ചർ പ്രൊഡ്യൂസിന്റെ സ്റ്റോറേജ്, കോൾഡ് ചെയിൻ ഫെസിലിറ്റീസ്, 100 ബെഡ്സ് ഉള്ള ഹോസ്പിറ്റല്, 2 സ്റ്റാർ എബോ ഇത് 2 സ്റ്റാർ എബോ ഹോട്ടല്, വെയർ ഹൗസിംഗ് ഓഫ് ഷുഗർ, ഇതൊക്കെ ഗവൺമെന്റിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ അഫോർഡബിൾ ഹൗസിംഗ്, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ അഡ്വാൻറ്റേജ് എന്താണ്? നമുക്ക് ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടായാൽ കൂടി ആ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ 100% നമുക്ക് എന്ത് ചെയ്യാം? ഡിപ്രീസിയേഷൻ പോലെ ക്ലെയിം ചെയ്യാന്നാണ് പറയുന്നത്. സോ ഓഫ് കോഴ്സ് ഈ പറഞ്ഞ സ്പെസിഫൈഡ് ബിസിനസ്സിലെ മോസ്റ്റ് പ്രോബബ്ലി ഇനീഷ്യൽ ഇയറിൽ എന്തായാലും ലോസ് ആയിരിക്കും. അതും ഒരു വലിയ ലോസ് ആയിരിക്കും. നൗ ആ ലോസ് 8 കൊല്ലം ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റൂ എന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞുള്ള പ്രശ്നം എന്താണ്? അത്രയും ഡിപ്രീസിയേഷൻ, അത്രയും പോകുന്ന ഒരു ക്യാപിറ്റൽ അസറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ക്ലെയിം ചെയ്തിരിക്കുകയാണ് അല്ലെ? എന്തായാലും ലോസ് ആയിരിക്കും. അത് 8 കൊല്ലം കൊടുത്താൽ പോരാ, അൺലിമിറ്റഡ് പീരീഡിലേക്ക് കൊടുക്കണം. ഓക്കെ അല്ലേ? സോ സ്പെസിഫൈഡ് ബിസിനസ് ഗവൺമെന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ബിസിനസ് ആണ്, നോർമൽ ബിസിനസ് പോലെയല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ്, നമുക്ക് എങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്യാം? അൺലിമിറ്റഡ് പീരീഡിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. യു ക്യാൻ ക്യാരി ഫോർവേഡ് ടു അൺലിമിറ്റഡ് പീരീഡ്. 8 അല്ല, 4 അല്ല, അൺലിമിറ്റഡ് പീരീഡ്. ഓക്കെ. അഗൈൻ ഇൻ ഫ്യൂച്ചർ നമ്മൾ അവിടെ എന്താ പഠിച്ചത്? ഓൺലി അഗെയിൻസ്റ്റ് സ്പെസിഫൈഡ് ബിസിനസ് അല്ലേ? ഇവിടെയും സെയിം, ഓൺലി അഗെയിൻസ്റ്റ് എനി സ്പെസിഫൈഡ് പ്രോഫിറ്റ്. നമ്മള് സെയിം സോഴ്സ്, അതായത് സെയിം ഹെഡിൽ അഡ്ജസ്റ്റ്മെന്റില് സ്പെസിഫൈഡ് എന്നല്ലേ പഠിച്ചത്? സ്പെക്കുലേഷൻ തന്നെയല്ലേ പഠിച്ചത്? അതുപോലെ തന്നെ യെസ്, ഈ പോയിന്റ് വി ആൾറെഡി നോ. എന്താണത്? ഓൺലി if റിട്ടേൺ ഓൺ ഇൻകം ഫയൽഡ് ഓൺ ടൈം. ഓക്കെ അല്ലേ? അപ്പോ ഇവിടുത്തെ ക്യാരി ഫോർവേഡിന്റെ പീരീഡ് എത്ര നമുക്ക് കിട്ടുന്നത്? ഈ സാധനം മാത്രം നമുക്ക് എന്താണ്? അൺലിമിറ്റഡ് പീരീഡിലേക്ക് ക്യാരി ഫോർവേഡ് കിട്ടും. 4 അല്ല 8 അല്ല, അൺലിമിറ്റഡ് പീരീഡിലേക്ക് നമുക്ക് എന്ത് കിട്ടും? ക്യാരി ഫോർവേഡ് കിട്ടും. 35AD ബിസിനസ്സിലെ അൺലിമിറ്റഡ് പീരീഡിലേക്ക് ക്യാരി ഫോർവേഡ് കിട്ടും. ഓക്കെ. നെക്സ്റ്റ് സെക്ഷൻ 74 എന്താണ്? ക്യാപിറ്റൽ ലോസ്. ഷോർട്ട് ടേം ആവാം, ലോങ് ടേം ആവാം. ഓക്കെ. എത്ര കൊല്ലത്തേക്കാണ് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുക? For 8 further years. 8 കൊല്ലത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ക്യാരി ഫോർവേഡ് ചെയ്യാം. Then in future only against capital gain. നമുക്ക് ഈവൻ സെയിം ഹെഡിൽ അഡ്ജസ്റ്റ്മെന്റിൽ കൂടെ സെയിം ഹെഡിൽ നമ്മൾ പറഞ്ഞു എന്താണ്? ലോങ് ടേം എന്താണ്? ലോങ് ടേം ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂ. ഷോർട്ട് ടേമിന് ചെറിയ ആളിന് എന്ത് ചെയ്യാം അല്ലെ? അതുകൊണ്ട് തന്നെ ലോങ് ടേം ആയിട്ടും ഷോർട്ട് ടേം ആയിട്ടും അഡ്ജസ്റ്റ് ചെയ്യാം. ഇതല്ലേ സെയിം സോഴ്സിൽ നമ്മൾ പറഞ്ഞത്? ഈവൻ ഇന്റർ ഹെഡിൽ ഇത് നടക്കുകയില്ല, അതായത് അഡ്ജസ്റ്റ്മെന്റ് നടക്കുകയില്ല. ഇനിയുള്ളത് ക്യാരി ഫോർവേഡ് ആണ്. ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് ഇനി ഫ്യൂച്ചറിൽ ലോങ് ടേം ഓർ ഷോർട്ട് ടേം പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെയാണ് ചെയ്യേണ്ടത്. ലോങ് ടേം ഷോർട്ട് ടേം രണ്ടിനായിട്ടും പറ്റും. ഓക്കെ, യെസ്. ആൻഡ് ഒരു കാര്യം അഗെയിൻ ആൾറെഡി വി നോ, ഓൺലി ഇഫ് റിട്ടേൺ ഓൺ ഇൻകം ഫയൽഡ് ഓൺ ടൈം. റിട്ടേൺ ഓൺ ഇൻകം ഫയൽഡ് ഓൺ ടൈം. അപ്പോ നമുക്ക് ഇവിടെ എഴുതാം എന്താണ്? ഇത് എത്ര കൊല്ലത്തേക്കാണ്? 8 കൊല്ലത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ക്യാരി ഫോർവേഡ് ചെയ്യാം. നെക്സ്റ്റ് വൺ 74A എന്താണിത്? OMRH ലോസസ്. സ്പെക്കുലേഷൻ ബിസിനസ് പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞു, OMRH ബിസിനസ്സും ഗവൺമെന്റ് അത്ര പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഭവമല്ല. OMRH എത്രയാണ്? 4 കൊല്ലത്തേക്കാണ് നമുക്ക് ക്യാരി ഫോർവേഡ് പറ്റുള്ളൂ. സ്പെക്കുലേഷൻ 4 കൊല്ലമല്ലേ? OMRH 4 കൊല്ലാണ്. സോ 4 ഫർദർ ഇയേഴ്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ക്യാരി ഫോർവേഡ് ചെയ്യാം. ഇൻ ഫ്യൂച്ചർ ഓൺലി against any
OMRH പ്രോഫിറ്റ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? സി ഓൺലി if ROI ഫയൽഡ് ഓൺ ടൈം. ROI എന്ത് ചെയ്തിരിക്കണം? കറക്റ്റ് ടൈമിൽ നമ്മൾ ഫയൽ ചെയ്തിട്ടിരിക്കണം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് വൺ 32(2). എന്താണിത്? അൺഅബ്സോർബ്ഡ് ഡെപ്രീസിയേഷൻ. അതിന് മുന്നേ OMRH നമുക്ക് എത്ര കൊല്ലം ക്യാരി ഫോർവേഡ് ചെയ്യാം? 4 കൊല്ലം. ആൻഡ് അൺഅബ്സോർബ്ഡ് ഡെപ്രീസിയേഷൻ. ഇതെന്താണ്? നമ്മൾ എന്താണ് അൺഅബ്സോർബ്ഡ് ഡെപ്രീസിയേഷൻ പറഞ്ഞത്? പ്രോഫിറ്റിനെ അബ്സോർബ് ചെയ്യാൻ പറ്റാത്ത ഡിപ്രീസിയേഷന്റെ പോർഷൻ ആണ് അൺഅബ്സോർബ്ഡ് ഡെപ്രീസിയേഷൻ. ഇത് നമ്മൾ എത്ര കൊല്ലത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാന്നാണ് പറഞ്ഞത്? ഫോർ അൺലിമിറ്റഡ് പീരീഡിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. സി നമുക്ക് ഒറിജിനലി കിട്ടേണ്ട ഒരു ഡിപ്രീസിയേഷനെ പിടിച്ച് നമ്മൾ എന്ത് ചെയ്യുന്ന? ക്യാരി ഫോർവേഡ് ചെയ്യുന്ന പോലെ ചെയ്യുന്നല്ലേ ഇവിടെ. അതുകൊണ്ട് തന്നെ അൺഅബ്സോർബ്ഡ് ഡെപ്രീസിയേഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഏത് കൊല്ലാണോ പ്രോഫിറ്റ് ഉണ്ടാവുന്നത് അതുവരെ നമുക്ക് എന്ത് ചെയ്യാം? വെയിറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഇൻ ഫ്യൂച്ചർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എഗെയിൻസ്റ്റ് എനി പ്രോഫിറ്റ്. പക്ഷെ ഓഫ് കോഴ്സ് നമുക്കറിയാം PGBP ഇൻകം നമുക്ക് എന്താണ് സാലറി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. സോ അതുകൊണ്ട് തന്നെ എന്ത് പറ്റില്ല? സാലറി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ എന്തിലും പറ്റില്ല? ക്യാഷ്വൽ വിന്നിങ്ങിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ക്യാഷ്വൽ വിന്നിങ്ങിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ക്യാഷ്വൽ വിന്നിങ് പോയ കേസാണ്. ദെൻ ഇവിടുത്തെ ഒരു പോയിന്റ് എന്താണ്? ഈവൻ ഇഫ് ROI നോട്ട് ഫയൽഡ് ഓൺ ടൈം. സി 32 എന്നുള്ളത് എന്താണ്? ഇപ്പൊ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ നോക്കിക്കേ, ഇതെല്ലാം 71, 72 ഈ 70 സീരീസ് അല്ലേ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 32 എന്ന് പറയുന്നത് സത്യത്തിൽ PGBPയുടെ ഉള്ളിൽ വരുന്ന ഒരു സെക്ഷൻ അല്ലേ. 28 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ PGBPയുടെ ചാർജിങ് സെക്ഷൻ. പിന്നെ അങ്ങോട്ട് ഡിപ്രീസിയേഷന്റെ മെയിൻ സെക്ഷൻ ആണ് 32. അപ്പോ PGBPക്ക് ഉള്ളിൽ വരുന്ന ഒരു സാധനമാണ് എന്ത്? അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം? ഈവൻ റിട്ടേൺ ഓൺ ഇൻകം ടൈമിൽ ഫയൽ ചെയ്തില്ലെങ്കിലും, അതായത് ഈ കേസിലും എന്താണ്? ബിലേറ്റഡ് ROI ആണെങ്കിലും ഓക്കെയാണ്. ബാക്കി എല്ലാ ഈ കേസിൽ, അതായത് ഹൗസ് പ്രോപ്പർട്ടി അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ലേറ്റ് ആയി ഫയൽ ചെയ്താലും ഓക്കെയാണ്. പക്ഷെ എന്താണ്? ബാക്കി കേസിൽ എന്താണ്? ROI എന്ത് ചെയ്യണം? കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾ ഫയൽ ചെയ്യണം. ഈ സാധനം എത്ര ക്യാരി ഫോർവേഡ് ചെയ്യാന്നാ പറഞ്ഞത്? അൺലിമിറ്റഡ് പീരീഡിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. വിച്ച് മീൻസ് സ്പെസിഫൈഡ് ബിസിനസ്. അതുപോലെ തന്നെ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ നിങ്ങൾക്ക് അൺലിമിറ്റഡ് പീരീഡിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. നൗ ഇതിലൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഉണ്ട്. നമ്മളിപ്പോ പഠിച്ചതെല്ലാം എന്താണ്? ഓൾഡ് ടാക്സ് റെജീമില് എങ്ങനെയാണ് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് എന്നല്ലേ. ഇതില് ന്യൂ ടാക്സ് റെജീമാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നെങ്കിൽ 2 ഇമ്പോർട്ടന്റ് ചേഞ്ചസ് ഉണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഹൗസ് പ്രോപ്പർട്ടിയിൽ മാത്രമാണ് ഇവിടെ എന്ത് ചേഞ്ച് വന്നിട്ടുള്ളത്? ഓൾഡും ന്യൂവും തമ്മിലുള്ള ചേഞ്ച് വന്നിട്ടുള്ളത്. ഹൗസ് പ്രോപ്പർട്ടിയിൽ മാത്രമാണ് ഈ ചേഞ്ച് ഉള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത്, സപ്പോസിംഗ്ലി നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് ന്യൂ ടാക്സ് റെജീം ആണെങ്കിൽ, ന്യൂ ടാക്സ് റെജീം ആണെങ്കിൽ 2 ഇമ്പോർട്ടന്റ് ചേഞ്ച് ഉണ്ട്. അത് രണ്ടും എവിടെയാണ്? ഹൗസ് പ്രോപ്പർട്ടി റിലേറ്റഡ് ചേഞ്ചസ് ആണ്. ഓക്കെ, ഹൗസ് പ്രോപ്പർട്ടി റിലേറ്റഡ് ചേഞ്ചസ് ആണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ചേഞ്ച്, നോ ഇന്റർ ഹെഡ് സെറ്റ് ഓഫ്. ഇതെന്താണ്? ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ മാത്രമാണ് ഈ 2 ചേഞ്ചുകളിലും 2 ചേഞ്ച് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയാണ്. ഫസ്റ്റ് ചേഞ്ച് എന്താണ്? ഇന്റർ ഹെഡ് അഡ്ജസ്റ്റ്മെന്റ് പറ്റില്ലാന്ന്. അപ്പൊ എന്ത് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ? ഇന്റർ സോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് മാത്രമേ ന്യൂ ടാക്സ് റെജീമിൽ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മള് ഇന്റർ ഹെഡ് അഡ്ജസ്റ്റ്മെന്റിൽ അവിടെ എന്താ ചെയ്തത്? ഓൾഡ് സ്കീമിൽ എങ്ങനെയായിരുന്നു? എല്ലാ ഹെഡുമായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൂടെ? എല്ലാ ഹെഡുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ അതിനൊരു ലിമിറ്റ് 2 ലക്ഷം ഉണ്ടായിരുന്നു. ഓക്കെ അല്ലേ? പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? ഇന്റർ ഹെഡ് അഡ്ജസ്റ്റ്മെന്റ് പറ്റേയില്ല. വിച്ച് മീൻസ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റില്ല. ഓക്കെ അല്ലേ? രണ്ടാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് അഡ്ജസ്റ്റ്മെന്റ്, അതും ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ മാത്രമാണ്. സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡില് ന്യൂ സ്കീമിൽ ആകെ 2 ചേഞ്ചേ ഉള്ളൂ.
ആ രണ്ട് ചേഞ്ചും ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിലാണ്. എന്തൊക്കെയാണ്? ഒന്നെന്താണ്? ഇന്റർ ഹെഡ് അഡ്ജസ്റ്റ്മെന്റ് നടക്കില്ല, അതായത് ഹെഡ് മാറിയിട്ടുള്ള പരിപാടി നടക്കില്ല. 2, നോ ക്യാരി ഫോർവേഡ് ഓഫ് ലോസ് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടിയിൽ. നമ്മള് ക്യാരി ഫോർവേഡ് പഠിച്ചപ്പോ എന്താണ് ഡിസ്കസ് ചെയ്തത്? ഓൾഡ് ടാക്സ് റെജിമില് 8 കൊല്ലം ക്യാരി ഫോർവേഡ് ചെയ്യാം. അതും റിട്ടേൺ ഓൺ ഇൻകം ടൈമിലി ഫയൽ ചെയ്തില്ലെങ്കിൽ കൂടെ ക്യാരി ഫോർവേഡ് ചെയ്യാം. ഇനി ഫ്യൂച്ചറിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഏതെങ്കിലും ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഗെയിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ അഗെയിൻസ്റ്റ് ആയിട്ട് സെറ്റ് ഓഫ് ചെയ്യാം. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ക്യാരി ഫോർവേഡേ പറ്റില്ല. 8 കൊല്ലം പോയിട്ട് 1 കൊല്ലം കൂടി ക്യാരി ഫോർവേഡ് ചെയ്തില്ല. അതായത് നിങ്ങൾക്ക് ഹൗസ് പ്രോപ്പർട്ടി ലോസ് ഉണ്ടെങ്കിൽ ഇനി മുതൽ ന്യൂ ടാക്സ് റെജിമാണ് നിങ്ങൾ ചൂസ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു പോയിന്റ് എന്താണ്? സെയിം ഹെഡില് ഇന്റർ സോഴ്സ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്റർ ഹെഡിലേക്ക് പോകാൻ പറ്റുമോ? സെയിം സോഴ്സ് കഴിഞ്ഞ് ഇന്റർ ഹെഡ് രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുമോ? പറ്റില്ല. അത് പറ്റില്ല എന്ന് ന്യൂ ടാക്സ് റെജിമിൽ പറഞ്ഞു. അത് മാത്രമല്ല 8 കൊല്ലം ക്യാരി ഫോർവേഡ് ചെയ്യാന്ന് ഓൾഡ് ടാക്സ് റെജിമിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറ്റുമോ? പറ്റില്ല. സോ ഇങ്ങനെ ഒരു ബ്ലോക്ക് എവിടെ വെച്ചിട്ടുണ്ട്? ന്യൂ ടാക്സ് റെജിമിൽ വെച്ചിട്ടുണ്ട്. സോ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഇതും ഡിസ്കസ് ചെയ്തിട്ട് അത്തരം ക്വസ്റ്റ്യനാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. ഓക്കെ അല്ലേ? സോ ഇതാണ് നിങ്ങളുടെ ഒരു ചെറിയ ചാപ്റ്റർ ആണിത്, സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ്. ഇതിന്റെ പ്രോബ്ലം നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതുക. എന്റെ നമ്പർ ഞാനിതിൽ മെൻഷൻ ചെയ്യാം. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കുക, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.